മീറ്റിങ്ങിനായതിനു ശേഷം ദാസിനോടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. ദേവദാസൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ മീറ്റിങ്ങുകൾക്കൊക്കെ കയറാൻ ഇടയാക്കി. ഓക്കെ, ഞാൻ നേരെ തന്നെ ദൈവവചനത്തിലേക്ക് കയറാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ഒരിക്കലും ഇൻട്രൊഡക്ഷൻ ഇങ്ങനൊന്നും പറഞ്ഞ് സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ ഏൽപ്പിച്ച സമയത്തിനുള്ളിൽ ദൈവം എനിക്ക് നിങ്ങൾക്കായി തന്നെ പറയണം എന്ന് പറഞ്ഞു തന്ന ദൈവിക ദൂത് ദൈവവചനത്തിലൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ദൈവം എനിക്ക് തന്ന ദൂത് തലമുറ എന്നൊരു വിഷയമാണ്. ആ വിഷയത്തെ പറ്റി ഞാൻ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വചനങ്ങളും അല്ലെങ്കിൽ അതെന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തികളും വെച്ച് അല്ലെങ്കിൽ ഞാൻ അത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് ആദ്യം നമുക്ക് നെഹമ്യാവ് 4:14 നമുക്കെല്ലാം അറിയാവുന്ന വാക്യം. നിങ്ങൾ അവരെ പേടിക്കേണ്ട, വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർത്ത് നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി പൊരുതുവിൻ. ഹല്ലേലൂയ. പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്ക് വേണ്ടി പൊരുതാൻ പറഞ്ഞേക്കും. പൊരുതാൻ പറഞ്ഞേക്കും നെഹമ്യാവ്. എന്തിനാണെന്ന് അറിയാമോ? ശൂന്യമാക്കി കളഞ്ഞതിനെ പണിതെടുക്കാൻ വേണ്ടി, ശൂന്യമായി പോയതിനെ തിരിച്ചു പണിയാൻ വേണ്ടി. അല്ലെങ്കിൽ എന്തോ ചെയ്തോണം? പണി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പൊരുതണം. ഉപവാസ പ്രാർത്ഥന പൊരുതലാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ചെയിൻ പ്രയർ ഏറ്റവും അനുഗ്രഹമാണ്. ചെയിൻ പ്രയർ ഒക്കെ അതൊരു പൊരുതലാണ്. ഞാൻ കയറിയപ്പോഴൊക്കെ വീഡിയോ ഓണാക്കിക്കൊണ്ടിരിക്കുന്ന പല മുഖങ്ങൾ ഇന്നും ഉണ്ട്. അവര് വില കൊടുത്തായിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ജോലികളെല്ലാം തീർത്തിട്ട് അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ 40 ദിവസവും 2 നേരമൊക്കെ വന്നിരിക്കുക എന്ന് പറഞ്ഞാല് അതെല്ലാം പൊരുതുന്നതിന്റെ ഒരു ഭാഗമാണ്. ഹല്ലേലൂയ. ശൂന്യമാക്കി കളഞ്ഞതിനെ, ശത്രു ശൂന്യമാക്കുന്നതിനെ പണിയാൻ വേണ്ടി പൊരുതണം. അടുത്തത് എന്തുവാണ്? തീ വെച്ച് കളഞ്ഞേക്കുക. നെഹമ്യാവിനോട് ചോദിച്ചാൽ പറയും, തീ വെച്ച് ചുട്ട് ഒരിക്കലും തിരിച്ചു പ്രാപിക്കാൻ പറ്റത്തില്ല, ഇനി പഴയ അവസ്ഥയിലേക്ക് വരത്തില്ല എന്ന് പറയുന്നതിനെ തിരിച്ചെടുക്കേണ്ടതിന് ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. അതിനുവേണ്ടി എന്തോ ചെയ്തോണോ? നിങ്ങളുടെ പുത്രന്മാർക്കും നിങ്ങളുടെ പുത്രിമാർക്കും വേണ്ടി, നിങ്ങളുടെ വീടുകൾക്കും വേണ്ടി പൊരുതുവീൻ. അല്ലെങ്കിൽ പൊരുതുന്നവർക്കേ ജയം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ശത്രുവിന്റെ ജോലി തീ വെച്ച് കളയുക, തകർത്തു കളയുക. അല്ലെങ്കിൽ തകർത്തു കളഞ്ഞ മതിലിനെ പണിയേണ്ടതിന്, തകർത്തു കളഞ്ഞ തലമുറയെ പണിയേണ്ടതിന്, തകർത്തു കളഞ്ഞ കുടുംബ ജീവിതത്തെ പണിയേണ്ടതിന്, തകർത്തു കളഞ്ഞ ശരീരത്തെ, ആരോഗ്യത്തെ പണിയേണ്ടതിന് അല്ലെങ്കിൽ എന്തോ ചെയ്തോളാൻ ഞാൻ പറയുന്നത്? പൊരുതുവീൻ എന്ന് പറയുന്നു. അല്ലെങ്കിൽ നമ്മൾ ആ വിഷയത്തിലേക്ക് കയറുന്നതിന് മുമ്പ് വിലാപങ്ങളിൽ പറയുന്നുണ്ടല്ലോ, അതൊരു ഏറ്റുപറച്ചിലായി ആദ്യം നമ്മുടെ മനസ്സിനെ ദൈവത്തിനൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. 1:18 പറയാ, യഹോവ നീതിമാൻ, ഞാൻ അവന്റെ കൽപ്പനയോടും മത്സരിച്ചു. സകല ജാതികളുമായുള്ളവരെ കേൾക്കണമേ, എന്റെ വ്യസനം കാണണമേ. എന്റെ കന്യകമാരും യവനന്മാരും എന്ത് ചെയ്യുന്നു? പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നു. ഹല്ലേലൂയ. വിലാപങ്ങളിൽ പറയുക, അല്ലെ, യഹോവ നീതിമാനാ. ദൈവത്തിന്റെ പക്കൽ അനീതി ഇല്ല. ദൈവം അന്യായം ചെയ്യുന്ന ദൈവമല്ല ഞാൻ സേവിക്കുന്ന ദൈവം നീതിമാനാ. പക്ഷേ എന്റെ യവനക്കാരും എന്റെ കന്യകമാരും എന്റെ ആൺതലമുറയും എന്റെ പെൺതലമുറയും പ്രവാസത്തിൽ പോയിരിക്കുക. അതിന് കാരണം പറയുക, ഞാൻ അവന്റെ കൽപ്പനയോട് മത്സരിച്ചു. ഇന്ന് പകൽക്കാലം വചനം നാം കേൾക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നേരം ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാവോ? മാതാവേ, പിതാവേ, നാം മത്സരിച്ചത് കൊണ്ടാ തലമുറ പ്രവാസത്തിൽ പോയേക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നാം തലമുറകളെ, അല്ലെങ്കിൽ ഞാൻ വിശദമായി പറഞ്ഞാല്, അല്ലെങ്കിൽ വചനം പഠിപ്പിക്കേണ്ട നേരത്ത് സ്കൂളിലെ പഠി ചെയ്യും, ട്യൂഷൻ കൊടുക്കും, സൺഡേ സ്കൂളിൽ വിടത്തില്ല, ഒരു നേരം അവരോട് വചനം പറഞ്ഞു കൊടുക്കത്തില്ല, അവർക്ക് നല്ല ആഹാരം കൊടുക്കും, നല്ല വസ്ത്രം കൊടുക്കും. അല്ലല്ലേ? എന്നാൽ ദൈവവചനം പറഞ്ഞു കൊടുക്കാനോ പ്രാർത്ഥിക്കാനോ നാം പഠിപ്പിച്ചില്ല. ഇന്ന് നാം നിലവിളിക്കേണ്ട അവസ്ഥയിലേക്ക് വരിക. ഇന്ന് പൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ആദ്യമേ അല്ലെ, ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അതേറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഒന്ന് ദൈവസന്നിധിയിൽ പറയാമോ? എന്റെ കുറവ്, ഞാൻ അങ്ങയുടെ കൽപ്പനയോട് മത്സരിച്ചത് കൊണ്ടാ എന്റെ യവനക്കാരും എന്റെ കന്യകമാരും പ്രവാസത്തിൽ പോയിരിക്കുന്നത്. മൊബൈലിന് അടിമപ്പെട്ടിട്ടുള്ള തലമുറ, അല്ലെങ്കിൽ ജാതീയ ബന്ധത്തിന് അടിമ. പ്രവാസം എന്ന് വെച്ചാൽ അടിമത്തമാ, വേറൊരു ദേശത്ത് അടിമത്തമാ. അല്ലെങ്കിൽ ജാതീയ ബന്ധത്തിന് അടിമപ്പെട്ടിട്ടുള്ള തലമുറ, അല്ലെങ്കിൽ ആത്മീയമായി ഒരു വളർച്ചയും ഇല്ലാത്ത തലമുറ, സഹോദര സ്നേഹമില്ലാത്ത തലമുറ, മാതാപിതാക്കളോട് തറുതല പറയുന്ന തലമുറ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സഭയുമായിട്ടോ ദേശമായിട്ടോ ഇല്ലാതെ ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുന്ന തലമുറ.
ഇന്ന് പൽക്കാലം മാതാപിതാക്കളെ പയച്ചു പറയാൻ തയ്യാറാണോ? ഹല്ലേലൂയ, ഞാൻ മത്സരിച്ചതുകൊണ്ട്, ഞാൻ ദൈവകൽപ്പനയോട് വചനത്തോട് മത്സരിച്ചതുകൊണ്ട് എന്റെ തലമുറ പ്രവാസത്തിൽ പോയിരിക്കുന്നു. ഹല്ലേലൂയ, ഹൃദയംഗമായി നാം വിളിച്ചു പറയണം കേട്ടോ. നാം സമ്മതിച്ചേ പറ്റൂ. നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ജാതീയ തലമുറകളൊക്കെ ഞങ്ങളുടെ ഇവിടെയൊക്കെ നോക്കുമ്പോ അല്ലെങ്കിൽ അവരൊക്കെ നല്ലതായിട്ട് പഠിക്കുന്നുണ്ട്, അവരൊക്കെ നല്ലതായി ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ ബെന്തക്കോസിന്റെ തലമുറ അല്ലെങ്കിൽ ദൈവദാസന്മാരുടെയും ദൈവദാസിമാരുടെയും തലമുറ ഉൾപ്പെടെ ഹല്ലേലൂയ കരകവിഞ്ഞ് ഒഴുകുന്ന കൊയ്ത്തുകാലമാകുമ്പോൾ കരകവിഞ്ഞ് ഒഴുകുന്ന യോർദാനെ പോലെ നന്മ പ്രാപിക്കേണ്ട സമയത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ കൊച്ചിലെ പഠിക്കും, എന്നാൽ നന്മ എടുക്കേണ്ട സമയത്ത് പഠനത്തിൽ ഉഴപ്പ്, അല്ലെങ്കിൽ ഇനി പഠിച്ചവരാണെങ്കിൽ ജോലി ലഭിക്കാതെ, തത്വ തുണയെ ലഭിക്കാതെ മാതാപിതാക്കളെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവത്തിലെ ഇന്ന് പൽക്കാലം ഹല്ലേലൂയ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം ഹൃദയം ദൈവസന്നിധിയിൽ ഒന്ന് പകർന്നേ. ദൈവത്തിന്റെ കരുണ ലഭിക്കേണ്ടതിന് ഏറ്റുപറയുന്നവർക്ക് കരുണ ലഭിക്കും. അപ്പോ എന്റെ കന്യകമാരും എന്റെ പുത്രന്മാരും ഹല്ലേലൂയ പ്രവാസത്തിൽ അകപ്പെട്ടു പോയത് ഞാൻ കൽപ്പനയോട് മത്സരിച്ചതുകൊണ്ട് അത് ഏറ്റുപറയാതെ ഇനി മുന്നോട്ടുള്ള എത്ര വചനം നാം കേട്ടിട്ടും പ്രയോജനമില്ല. ആദ്യം നമ്മൾ ദൈവസന്നിധി അതിന് 2:22 പറയുന്നുണ്ട്, അല്ലല്ല ഞാൻ മുടിച്ചിരിക്കുക, മുടിച്ചു കളയുക. കയ്യിൽ താലോലിച്ചു വളർത്തിയ തലമുറകളെ ശത്രു മുടിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഇന്ന് പൽക്കാലം നമുക്ക് ദൈവസ്ഥനിൽ ഏൽപ്പിക്കാം. അപ്പൊ ഞാൻ അങ്ങയുടെ കൽപ്പനയോട് മടക്കി വരുത്തണമേ. അല്ലെങ്കിൽ എന്റെ തലമുറ അനുഭവിക്കേണ്ട നന്മ അവർ അനുഭവിക്കേണ്ടതിന് ദൈവം അവരെ പ്രവാസത്തിൽ നിന്നൊന്ന് മടക്കി വരുത്തണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പൊരുതുന്നത് എങ്ങനെയാ? ഹല്ലേലൂയ പ്രവാസത്തിൽ അകപ്പെട്ടു പോയ തലമുറയെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം? അതിന്റെ പ്രതിവിധിയായിട്ട് ഹല്ലേലൂയ ഒരു 7 കാര്യം, ഒത്തിരി കാര്യമുണ്ട്, ഞാൻ ഒരു 7 കാര്യം ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നത് പറയാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒന്നാമത് അതിനകത്ത് തന്നെ വിലാപത്തിൽ തന്നെയുണ്ട്. നമുക്കറിയാം, സിയോൻ പുത്രിയുടെ മതിലേ ഹല്ലേലൂയ രാവും പകലും ഓലോലെ കണ്ണുനീരൊഴുക്കുക. ഹല്ലേലൂയ. പ്രതിവിധി പ്രവാസത്തിൽ നിന്ന് തലമുറ മടങ്ങി വരേണ്ടതിന് മാതാവേ പിതാവേ നിരാവും പകലും ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരൊഴുക്കണം. ഹല്ലേലൂയ. എഴുന്നേറ്റു നിലവിളിക്കണം. അല്ലെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി ദൈവത്തിങ്കിലേക്ക് കൈ മലർത്താൻ തയ്യാറാകണം. അല്ലെങ്കിൽ തലമുറയുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കൈ മലർത്താൻ തയ്യാറാകണം നാം കേട്ടോ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കറിയാം, അല്ലെ ദൈവദാസനും പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറയുന്നത് നല്ലതാ. ഹല്ലേലൂയ. എന്നാൽ നാം പ്രാർത്ഥിക്കണം. നാം പ്രാർത്ഥന മുറിയിൽ കേറിയിട്ട് വേണം പ്രാർത്ഥിക്കാനായിട്ട് പറയേണ്ടത്. ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ ലൂക്കോസിന്റെ സുവിശേഷം 7:13 നമ്മൾ കാണുന്ന നൈനിലെ വിധവ, ആ 13-ാം വാക്യത്തിൽ പറയുന്നത്, അവളെ കണ്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമുക്കറിയാം, വിധവയായ ഒരു സ്ത്രീയാ, ഏക മകനേ ഉള്ളൂ. ഹല്ലേലൂയ. അതിനെ അടക്കം ചെയ്യാനായിട്ട് കൊണ്ടുപോവുക. ഈ ശവക്കോട്ടയിലേക്ക് കൊണ്ടുപോകുമ്പം കൂടെ പോകുന്നവർ അടുത്ത ബന്ധുക്കളായിരിക്കും. അല്ലെ, സഹോദരങ്ങളും അപ്പന്റെ അമ്മയുടെ ഒക്കെ സഹോദരങ്ങളും അടുത്ത രക്തബന്ധത്തിലുള്ളവർ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ചെന്നൊന്ന് കണ്ടിട്ട് പോരും അല്ലെ. എന്നാൽ ഹല്ലേലൂയ ഇത് ശവമഞ്ചം എടുത്ത് മഞ്ചം ചുമക്കുന്നവർ അടക്കാനായിട്ട് കൊണ്ടുപോവുക. അപ്പൊ അവള് കരഞ്ഞുകൊണ്ട് വരുമ്പോൾ അവളുടെ കൂടെ ഉള്ളവരെല്ലാം അടുത്ത ബന്ധുക്കളാ. അപ്പം ഒരു വിധവയായ സ്ത്രീ ഏകജാതനായ മകൻ മരിച്ചപ്പോൾ ആ മനസ്സുരുകി കരയുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും കൂടെ നടന്നവർക്ക് അറിഞ്ഞിട്ടുണ്ട്, അവരുടെ ബന്ധുക്കളും കൂടിയാ, അവർ കരഞ്ഞിട്ടുണ്ട്. എന്നാൽ യേശു കണ്ടത് ഹല്ലേലൂയ ആ മാതാവിനെയാ. ഹല്ലേലൂയ. യേശു കണ്ടത് ആ മാതാവ് കരയുന്നതാ. കൂടെ നടക്കുന്നവർ കരഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് പൽക്കാലം പറയട്ടെ, മാതാവേ നിന്റെ ഹൃദയം ഉരുകുന്നത് പോലെ, നിനക്ക് വേദന തോന്നിക്കുന്നത് പോലെ നിന്റെ തലമുറയെ കുറിച്ച് വേറെ ആർക്കും കരയാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ആലോചന പറയുക, പ്രവാസത്തിൽ പോയ തലമുറയെ
മടക്കി വരുത്തേണ്ടതിന്, അവരുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി അതിലെ ദൈവസന്നിധിയിൽ കരയാൻ തയ്യാറായാൽ അതിലെ കുഴിച്ചിടാൻ വരട്ടെ. മഞ്ചം ചുമക്കുന്നവർ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുക. മഞ്ചമാ മൊബൈല്, അതിലെ നെറ്റ്, ദുഷ്ടബന്ധങ്ങൾ, ദുഷ്ട കൂട്ടുകെട്ടുകൾ, കഞ്ചാവ്, മയക്കുമരുന്ന്, പറയാൻ പാടില്ലാത്ത അറയ്ക്കുന്ന പല അല്ലെങ്കിൽ അവരെ എടുത്തുകൊണ്ട് പൊക്കോണ്ടേ ഇരിക്കുക. അല്ലെങ്കിൽ കുഴിച്ചിടാൻ വരട്ടെ പറ. സമയം അതിക്രമിച്ചു കേട്ടോ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ എന്നേക്കുമായി കുഴിച്ചിടും കേട്ടോ. പിന്നൊരു മടങ്ങി വരവില്ല. അതിനു മുമ്പേ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കുറ്റം സമ്മതിച്ചുകൊണ്ട് നിലവിളിക്കാൻ തയ്യാറായാൽ, കരയുവാൻ തയ്യാറായാൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പൊരുതുവീൻ എന്ന് നെഹമ്യാവ് പറഞ്ഞെങ്കിൽ, ഒന്നാം നാം കൽപ്പനയോട് മത്സരിച്ചത് കൊണ്ട് തലമുറ പ്രവാസത്തിൽ പോയെങ്കിൽ അതിനുള്ള ഒന്നാമത്തെ പ്രതിവിധി എന്ന് പറയുന്നത് കരയുക, ദൈവസന്നിധിയിൽ തലമുറയ്ക്ക് വേണ്ടി നിലവിളിക്കുക. ഹല്ലേലൂയ. അടുത്തത് നമ്മൾ എപ്പോഴും പറയുന്ന വചനമാ, എന്നാൽ അതിന്റെ മുമ്പിലുള്ള ഒരു ദേവദാസൻ പറഞ്ഞ പോലെ എല്ലാ അനുഗ്രഹത്തിനും എല്ലാ പ്രവചനങ്ങൾക്കും ഒക്കെ മുമ്പിൽ ഇന്നത് ചെയ്താലെന്ന് പറയും. നമ്മൾ അത് വിട്ടുകളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ പ്രവചനം മാത്രം, നന്മയുടെ ഭാഗം മാത്രം പിടിച്ചോണ്ട് നടക്കും. എന്നാൽ ഹല്ലേലൂയ ഇവിടെയും ഉണ്ട്. ഈ വചനം നമ്മൾ എപ്പോഴും പറയുന്നതാ. എന്നാൽ അതിന്റെ ആദ്യത്തെ വചനം തന്നെ നമുക്കൊന്ന് ചിന്തിച്ചിട്ട് പോകാം. യെശയ്യാവ് 61:6, നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാരെന്ന് വിളിക്കപ്പെടും, നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെന്ന് നിങ്ങൾക്ക് പേരാകും. ഹല്ലേലൂയ. നിങ്ങൾ ആരാകണം? ഹല്ലേലൂയ, ദൈവത്തിന്റെ പുരോഹിതന്മാരായിരിക്കണം. അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ, ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാ നമ്മളെ തിരഞ്ഞെടുത്തത്. രാജകീയ പുരോഹിത വർഗമാക്കി നമ്മളെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നാം 2 നില വീട് പണിയാനോ കാറ് മേടിക്കാനോ മാത്രമല്ല. അതൊക്കെ ദൈവം തരുന്നെങ്കിൽ മേടിച്ചോ. ഒന്നാമത് കനാനിൽ എത്താനാണ്. അല്ലെങ്കിൽ രണ്ടാമത് ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാ. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി തീർന്നാൽ, ദൈവത്തിന്റെ പുരോഹിതന്മാരായി തീർന്നാൽ, അപ്പൊ നിങ്ങൾ ചോദിക്കും, എങ്ങനെയാ? എനിക്ക് മെസ്സേജ് പറയാൻ അറിയത്തില്ലല്ലോ. വേണ്ട, കയ്യിൽ മൊബൈൽ ഇല്ലേ? കിട്ടുന്ന ഒരു വാക്യം, ഹല്ലേലൂയ, കോണ്ടാക്ട്സ് ഒത്തിരി ഇല്ലേ? അങ്ങോട്ട് അയച്ചു കൊടുക്കുക. ദിവസം ഓരോ വാക്യങ്ങൾ കുറഞ്ഞത്. വചനം അതിന്റെ പ്രവൃത്തി തികയ്ക്കാതെ മടങ്ങി വരത്തില്ല കേട്ടോ. ഒരു നല്ല മെസ്സേജ് കേട്ടാൽ അയച്ചു കൊടുക്കുന്നവർ ഇനി വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ അയക്കണ്ട. അല്ലാത്തവർക്ക് അയച്ചു കൊടുക്കുക. ശുശ്രൂഷയാ കേട്ടോ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശുശ്രൂഷയാ. ഇടിവിൽ നിൽക്കുന്നത് ശുശ്രൂഷയാ. കൈത്താങ്ങുന്നത് ശുശ്രൂഷയാ. ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് ശുശ്രൂഷയാ കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ യഹോവയുടെ പുരോഹിതന്മാരെന്ന് വിളിക്കപ്പെടും. നിങ്ങൾ എന്ത് ചെയ്യുന്നു? യഹോവയുടെ ശുശ്രൂഷകന്മാരെന്ന് വിളിക്കപ്പെടും. അങ്ങനെ നിങ്ങൾ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്താൽ, നിങ്ങൾ പുരോഹിതന്മാരായി നിന്നാൽ, ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഹല്ലേലൂയ ഘോഷിച്ചാൽ, അല്ലെങ്കിൽ അതിന്റെ 9-ാം വാക്യത്തിൽ പറയുക, ജാതികളുടെ ഇടയിൽ അവരുടെ സന്തതിയെയും വംശങ്ങളുടെ മധ്യേ അവരുടെ പ്രജയെ മാറിയും. ഹല്ലേലൂയ. ജാതികളുടെ ഇടയിൽ ദൈവത്തെ അറിയാത്തവർ നിന്റെ തലമുറയെ അറിയുമെന്നേ. അല്ലെങ്കിൽ വംശം, സ്വന്തക്കാരുണ്ടല്ലോ, അല്ലെങ്കിൽ സ്വന്തം ജനമുണ്ടല്ലോ, നിന്ദിച്ചുകൊണ്ടിരിക്കുന്ന സ്വന്തം ജനം, പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്ത് കിട്ടി എന്ന് പറയുന്ന സ്വന്തം ജനം, അല്ലെങ്കിൽ നമ്മുടെ തലമുറയെ അറിയാൻ പോകുകയാ. എങ്ങനെയാ? അവരെ കാണുന്നവരൊക്കെയും അവരെ യഹോവ അനുഗ്രഹിച്ച സന്തതി എന്നറിയാൻ പോവുക. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. എന്റെ തലമുറയെ കാണുന്ന എന്റെ കൂട്ടുകാർ, എന്റെ തലമുറയെ കാണുന്ന ദൈവത്തെ അറിയാത്ത ജനം, എന്റെ തലമുറയെ കാണുന്ന എന്റെ സ്വന്തം സഹോദരങ്ങൾ, എന്റെ കുടുംബങ്ങൾ, ഹല്ലേലൂയ, എന്ത് കാണാൻ പോകുകയാ? യഹോവ അനുഗ്രഹിച്ചവന്റെ സന്തതി, അനുഗ്രഹിച്ച സന്തതി. ഈ വാക്യം നമുക്ക് സന്തോഷമാ. പിടിച്ചു വാങ്ങിക്കോ. എന്നാൽ ആദ്യം പറഞ്ഞ വാക്യം ഏറ്റെടുത്തോ. പ്രതിവിധി, പ്രവാസത്തിൽ നിന്നും മടക്കി വരുത്തേണ്ടതിന് നമുക്ക് ദൈവം തന്നിരിക്കുന്ന പ്രതിവിധിയിൽ ഒന്നാ ഹല്ലേലൂയ. കണ്ണ് ഹല്ലേലൂയ എന്തോ ചെയ്തോണം? ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായിരിക്കണം, ദൈവത്തിന്റെ പുരോഹിതന്മാരായിരിക്കണം, ക്രിസ്തുവിന്റെ പത്രങ്ങളായിരിക്കണം, ക്രിസ്തുവിന്റെ അംബാസിഡർമാരായിരിക്കണം. നമ്മളെ കാണുന്നവർ നമ്മളിലൂടെ ക്രിസ്തുവിനെ വായിച്ചറിയണമെന്നേ.
അങ്ങനെ ഒരു മാതാപിതാക്കളായാൽ അതിലെ തലമുറയെ അല്ലെങ്കിൽ വംശങ്ങളുടെ മധ്യേ അറിയും കേട്ടോ. അവരെ കാണുന്നവരൊക്കെ പറയും ദൈവം അനുഗ്രഹിച്ച സന്തതി എന്ന്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ശുശ്രൂഷ അത് സഭയിൽ ഒരു പ്രാപിരിക്കാനാണെങ്കിൽ അത് വിശ്വസ്തയോട് വേണം നിങ്ങൾ ചെയ്യുന്നതൊക്കെ. മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ ചെയ്യണം. ചെയ്താൽ അവകാശം എന്ന പ്രതിഫലം അവിടെ തന്നെ പറയുന്നുണ്ട്. അതിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട് നാണത്തിന് പകരം. അപ്പൊ നാണമായിപ്പോ ഇപ്പൊ നാണിച്ചു പോകുന്ന അവസ്ഥയാ. അടുത്തത് പറയുന്നുണ്ട് ലജ്ജയ്ക്ക് പകരം ഇപ്പം ലജ്ജിച്ചു പോകുന്ന അവസ്ഥയാ, നാണിച്ചിരിക്കുന്ന അവസ്ഥയാ, തല ഉയർത്താൻ പറ്റാത്ത അവസ്ഥയാ. ഇതുപോലൊരു അവസ്ഥ യാക്കോബിനുണ്ടായിരുന്നു. യെശയ്യാവ് 29:22 പറയുക, യഹോവ യാക്കോബ് ഗൃഹത്തെ കുറിച്ച് ഈ പ്രകാരം അരുളിച്ചെയ്യുന്നു, യാക്കോബ് ഇനി ലജ്ജിച്ചു പോകത്തില്ല. ഇനി ലജ്ജിച്ചു പോകത്തില്ലെന്ന് പറഞ്ഞപ്പം യാക്കോബ് എന്ത് ചെയ്തു? ഇതുവരെ ലജ്ജിച്ചു പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. യാക്കോബ് ഇതുവരെ ലജ്ജിച്ചിരിക്കുവായിരുന്നു. എന്നാൽ ദൈവം പറയുക ഇനി ലജ്ജിച്ചു പോകത്തില്ല. അടുത്തത് പറയാ അവന്റെ മുഖം ഇനി വിളറി പോകത്തില്ല. മുഖം എന്ത് ചെയ്യത്തില്ല? ഇനി വിളറി പോവാന്ന് പറഞ്ഞ എന്താ? ചോരമയം ഇല്ലാതാകുക. അല്ലെങ്കിൽ മുമ്പിൽ നിൽക്കാൻ പറ്റാതെ, മറ്റുള്ളവരുടെ ചോദ്യങ്ങളുടെ മുമ്പിൽ ഉത്തരം പറയാൻ പറ്റാതെ, അല്ലെങ്കിൽ മുഖത്തെ രക്തം വാർന്നുപോയി വിളറി നിൽക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ. യാക്കോബേ നീ ഇനി ലജ്ജിച്ചു പോകത്തില്ല, നിന്റെ മുഖം ഇനി വിളറി പോകത്തില്ല. അതിന്റെ കാരണം പറയുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അവന്റെ മക്കൾ തന്നെ, മക്കൾ നിമിത്തം ലജ്ജിച്ചു പോയത്, മക്കൾ നിമിത്തമാ വിളറിപ്പോയത്. എന്നാൽ ഇവിടെ ദൈവം പറയാ യാക്കോബേ നീ ഇനി ലജ്ജിച്ചു പോകത്തില്ല, നീ ഇനി നാണിച്ചു പോകത്തില്ല, നിന്റെ മുഖം ഇനി വിളറി പോകത്തില്ല. നിന്റെ മക്കൾ എന്ന് പറഞ്ഞിട്ട് എടുത്തു പറയാ, നിന്റെ മക്കൾ തന്നെ എന്തോ ചെയ്യാൻ പോവാ? തങ്ങളുടെ മധ്യേ എന്റെ കൈകളുടെ പ്രവൃത്തിയെ കാണാൻ പോവുക. നമ്മൾ ഹല്ലേലൂയ മാതാപിതാക്കൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ നാം രോഗസൗഖ്യം പ്രാപിച്ചെടുത്തിട്ടുണ്ട്, നാം പ്രാർത്ഥിച്ച പല വിഷയത്തിന്മേൽ മറുപടി കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ തലമുറകൾക്ക് ഈ ദൈവത്തെ അറിയത്തില്ല, അവർ രുചിച്ചറിഞ്ഞിട്ടില്ല, നാം അവരോട് പറഞ്ഞു കൊടുത്തിട്ടും ഇല്ല. അവർക്ക് യാതൊന്നിന്റെയും കുഴപ്പമില്ലായിരുന്നു. അവർക്ക് ആഹാരത്തിന് ആഹാരം, വസ്ത്രത്തിന് വസ്ത്രം, പഠിക്കാൻ വിടണമെങ്കിൽ ഏത് കോഴ്സ് വേണോ ഇല്ലെങ്കിലും വീടാധാരം വെച്ചിട്ടാണെങ്കിലും നാം വിദേശത്ത് അയക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല. എന്നാൽ ഹല്ലേലൂയ ഹല്ലേലൂയ അവർ എന്ത് കണ്ടിട്ടില്ല? ദൈവത്തിന്റെ കൈകളുടെ പ്രവൃത്തി കണ്ടിട്ടില്ല. അതുകൊണ്ടാ യാക്കോബേ നീ നിന്റെ മുഖം വിളറിപ്പോകേണ്ടത് വന്നത്, നീ ലജ്ജിച്ചു പോകേണ്ടത് വന്നത് നിന്റെ തലമുറ നിമിത്തം. കാരണം അല്ലെങ്കിൽ അവർ എന്ത് കണ്ടിട്ടില്ല? ദൈവത്തിന്റെ കൈകളുടെ പ്രവൃത്തി കണ്ടിട്ടില്ല. എന്നാൽ ഇവിടെ പറയാ അവന്റെ മക്കൾ തന്നെ തങ്ങളുടെ മധ്യേ എന്റെ കൈകളുടെ പ്രവൃത്തിയെ കാണാൻ പോകുകയാ. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പൽക്കാലം വിശ്വസിച്ചോണ്ട് ഒരു ആമേൻ പറയാൻ പറ്റുമോ? ഇതുവരെ ഉള്ളതുപോലല്ല, ഇനി എന്റെ മുഖം ലജ്ജിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. എന്റെ തലമുറ ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ കൈകളുടെ പ്രവൃത്തി കാണാൻ പോകുകയാ. ഹല്ലേലൂയ. കൈകളുടെ പ്രവൃത്തി കാണുമ്പോൾ എന്ത് ചെയ്യും? അവർ എന്റെ നാമത്തെ വിശുദ്ധീകരിക്കും, ദൈവത്തിന്റെ നാമത്തെ വിശുദ്ധീകരിക്കും. പിന്നെയും പറയാം, അത് പറഞ്ഞിട്ട് ദൈവത്തിന് സംതൃപ്തി കിട്ടാഞ്ഞിട്ട് വീണ്ടും എടുത്തു പറയാ, അതെ അവർ യാക്കോബിന്റെ പരിശുദ്ധനെ എന്റെ നാമത്തെ വിശുദ്ധീകരിക്കും എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് പൂർണ്ണമായി സാറ്റിസ്ഫാക്ഷൻ ആയില്ല. അതുകൊണ്ട് എടുത്തു പറയോ, അതേ അവർ യാക്കോബേ നിന്റെ പരിശുദ്ധനെ വിശുദ്ധീകരിക്കും. ഹല്ലേലൂയ. യാക്കോബേ നീ സേവിക്കുന്ന ദൈവത്തിന്റെ നാമത്തെ അവർ വിശുദ്ധീകരിക്കും. തൽക്കാലം പറ, നാളുകളായി പ്രാർത്ഥിക്കുന്നില്ലേ തലമുറയുടെ മാനസാന്തരത്തിന് വേണ്ടി? ഹല്ലേലൂയ. തലമുറ ഒന്ന് മടങ്ങി വരേണ്ടതിന് വേണ്ടി, ദൈവത്തെ സേവിക്കേണ്ടതിന് വേണ്ടി കരയുന്ന മാതാവേ പിതാവേ, ഇന്ന് പകൽക്കാലം തലമുറയെ നോക്കിയിട്ട് വിളിച്ചു പറ, ഞാൻ സേവിക്കുന്ന ദൈവത്തെ, എന്റെ പരിശുദ്ധനെ, എന്റെ തലമുറ ആ നാമത്തെ വിശുദ്ധീകരിക്കാൻ പോകുകയാ. അല്ലെങ്കിൽ അവർ എന്റെ ദൈവത്തിന്റെ കൈകളുടെ പ്രവൃത്തി കഴിഞ്ഞ നാളുകളിൽ
ദൈവത്തിന്റെ കൈയുടെ പ്രവൃത്തി ഞാൻ അനുഭവിച്ചതുപോലെ എന്റെ തലമുറ അറിയാൻ പോകുകയാ കേട്ടോ. അതുകൊണ്ട് ആ വാക്യം തീർത്തില്ല കേട്ടോ. അതേ അവർ യാക്കോബിന്റെ പരിശുദ്ധനെ വിശദീകരിക്കും, ഇസ്രായേലിന്റെ ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യും. പറഞ്ഞേ, ദൈവത്തെ സേവിക്കുന്ന മാതാപിതാക്കളെ പറഞ്ഞേ, എന്റെ ദൈവത്തെ, ഞാൻ സേവിക്കുന്ന യേശുവിനെ എന്റെ തലമുറ ഭയപ്പെടും. വചനം അതിവേഗം പായുന്നതാ കേട്ടോ, വചനം പ്രവർത്തിക്കുന്നതാ കേട്ടോ. ഞാൻ ആ വചനത്തെ പറ്റിയൊക്കെ നിങ്ങളെന്നും മെസ്സേജ് കേൾക്കുന്നവരാ, ഞാനും നിങ്ങൾ കേൾക്കുന്ന മെസ്സേജ് ഒക്കെ ഇടയ്ക്ക് കേൾക്കാറുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് വചനത്തിന്റെ പ്രവൃത്തി ഒന്നും ഞാൻ പറഞ്ഞു തരണ്ട. ഇന്ന് പകൽക്കാലം തെറ്റുകുറ്റങ്ങളെ ഏറ്റു പറഞ്ഞിട്ട് തലമുറയെ നോക്കിക്കൊണ്ട് ഒന്ന് വിളിച്ചു പറഞ്ഞേ, എന്റെ തലമുറ ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ കൈകളുടെ പ്രവൃത്തിയെ കാണാൻ പോകുക. അവർ അത് കണ്ടതിന് ശേഷം അവർ എന്റെ ദൈവത്തിന്റെ നാമത്തെ വിശുദ്ധീകരിക്കും. അവർ എന്റെ ദൈവത്തെ ഭയപ്പെടും, വേറൊരാളെയല്ല, എന്റെ ദൈവത്തെ ഭയപ്പെടാൻ പോകുന്ന ഒരു തലമുറ. അടുത്തത് പറയുക, ഹല്ലേലൂയ, മനോവിഭ്രമമുള്ളവർ ജ്ഞാനം ഗ്രഹിക്കുമെന്ന്. മനോവിഭ്രമം എന്ന് വെച്ചാൽ എന്താ? സുബോധമില്ല, ഇപ്പം ഏതാ ശരി ഏതാ തെറ്റെന്ന് അറിയത്തില്ല. മനോവിഭ്രമമുള്ള തലമുറ ജ്ഞാനം ഗ്രഹിക്കും. ജ്ഞാനം, വചനം ഗ്രഹിക്കാൻ പോകുകയോ. പിറുപിറുക്കുന്നവർ ഉപദേശം തേടുകയും ചെയ്യും. പിറുപിറുക്കുക, പ്രാർത്ഥിച്ചിട്ട് എന്തോ കിട്ടി, അല്ലെങ്കിൽ വലിച്ചോണ്ട് ചർച്ചിൽ കൊണ്ടുപോയിട്ട് എന്ത് കിട്ടി എന്ന് പിറുപിറുക്കുന്ന തലമുറ എന്തോ ചെയ്യാൻ പോകുക? വചന ഉപദേശം തേടാൻ പോകുക. വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കുന്നവർ വിളിച്ചു പറ, യാക്കോബ് ഇനി ലജ്ജിച്ചു പോകത്തില്ല, അവന്റെ മുഖം ഇനി വിളറി പോകത്തില്ല. എന്നാൽ അവന്റെ മക്കൾ തന്നെ, ആ വാക്യൊക്കെ അങ്ങ് റൗണ്ട് ഇടണം കേട്ടോ. മക്കൾ നിമിത്തം ആലോചിച്ചത്, മക്കൾ തന്നെ എന്തു ചെയ്യാൻ പോവുക? തങ്ങളുടെ മധ്യേ ദൈവത്തിന്റെ കൈകളുടെ പ്രവൃത്തിയെ കാണാൻ പോകുക. ദൈവത്തിന്റെ കൈയുടെ പ്രവൃത്തി കാണുമ്പോൾ അവർ ദൈവത്തിന്റെ നാമത്തെ വിശുദ്ധീകരിക്കും. എന്നിട്ട് എടുത്തു പറയാം, യാക്കോബേ, നിന്റെ പരിശുദ്ധനെ, നീ സേവിക്കുന്ന ദൈവത്തെ അവർ വിശുദ്ധീകരിക്കും. ഹല്ലേലൂയ. ആ ദൈവത്തെ അവരെന്ത് ചെയ്യും? ഭയപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്തോ ചെയ്തോണം? നാണത്തിന് പകരം നാണം മാറണമെങ്കിൽ, ലജ്ജ മാറണമെങ്കിൽ, ഹല്ലേലൂയ, സന്തതിയെ കാണുന്നവർ യഹോവ അനുഗ്രഹിച്ച സന്തതി എന്ന് പറയണമെങ്കിൽ നിങ്ങളോ ഹല്ലേലൂയ ദൈവത്തിന്റെ യഹോവയുടെ പുരോഹിതന്മാരെന്ന് വിളിക്കപ്പെടണം. അല്ല, നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെന്ന് പേരാകണം. ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാൻ തയ്യാറാകണം. മാതാപിതാക്കളെ കാലം അതിക്രമിച്ചു, ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി ചിലതൊക്കെ ചെയ്തോണം. ഹല്ലേലൂയ. എന്നാലേ നിത്യതയിൽ എത്തിയാൽ പ്രതിഫലമുള്ള, എത്തിയാലെന്ന് ഞാൻ എടുത്തു പറഞ്ഞത്, ഹല്ലേലൂയ, നമ്മളെല്ലാവരും അവിടെ ചെല്ലുമെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ നാം അതിനായി ഓടണം. നാം അതിനായി ബലാത്കാരികൾ ബലാത്കാരേണ സ്വർഗരാജ്യം കൈവശമാക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത് പൊരുതുന്ന അല്ലെങ്കിൽ തലമുറയെ അല്ലെങ്കിൽ അടിമത്വത്തിന് തിരിച്ചു വരുത്തുന്നത് എങ്ങനെയാണ്? ഒന്നാമത് കരയണം, കണ്ണുനീർ, ഹല്ലേലൂയ, തലമുറയെ മടക്കി വരുത്തുന്നതാ കേട്ടോ. രണ്ടാമത് വിശ്വസ്തയോടെ ദൈവത്തിന് ശുശ്രൂഷ ചെയ്താൽ, അല്ലെങ്കിൽ നാം സേവിക്കുന്ന ദൈവത്തെ അവർ, ഹല്ലേലൂയ, ഒരു കോള് വന്നതാ, സോറി. അല്ലല്ല, മനോവിഭ്രമം ഉള്ളവർ എന്തു ചെയ്യും? ജ്ഞാനം ഗ്രഹിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കോൾ അതിന്റെ ഇടയിൽ വന്നതാണ്, ഞാനത് കട്ടാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഓക്കെ, അടുത്തത് മൂന്നാമത്, ഹല്ലേലൂയ, സങ്കീർത്തനം 45:1 പറയുക, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറയുന്നു, എന്റെ നാവ് സമർത്ഥകനായ ലേഖകന്റെ എഴുത്തുപോലാകുന്നു. ഹൃദയത്തിൽ എന്തോ നിറയണം? വചനം നിറയണം. ഹൃദയം നിറഞ്ഞു കവിയുന്നത് എന്ത് ചെയ്യും? വായ് സംസാരിക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ 29 ദിവസം രാവിലെയും വൈകിട്ടും വചനം കേട്ട ദൈവ പൈതങ്ങളെ, എത്ര വാക്യം ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ട്.
പ്രസംഗം നല്ലതായിരുന്നോ അഴുക്കായിരുന്നോ? ദേവദാസൻ പറഞ്ഞ പോലെ പ്രവചനമായിരുന്നു, ഞാനും പ്രവചിക്കുന്ന കൂട്ടത്തിലാ. പക്ഷെ ഞാൻ വചനത്തിനാ പ്രാധാന്യം കൊടുക്കുന്നേ. എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഭവം വചനം തരുന്ന പോലൊരു വിടുതൽ, വചനത്തെ പോലൊരു പ്രവചനം വേറൊന്നുമില്ല. ഇന്ന് പകൽക്കാലം വചനം വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുത്താൽ തലമുറയുടെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് അത്ഭുതകരമായി പുറത്തു വരുന്നത് കാണും കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഹൃദയത്തിൽ എന്തോ വേണം? വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുഭവചനത്താൽ കവിയണം. ഹല്ലേലൂയ. കവിയുമ്പോൾ എന്ത് ചെയ്യും? നാവ്. സമർത്ഥകനായ ലേഖകൻ, ഹല്ലേലൂയ, സൃഷ്ടിതാവ് അങ്ങ് എടുക്കും കേട്ടോ. സൃഷ്ടിതാവ് ആ നാവിനെ എഴുത്തുകോലായിട്ട് അങ്ങോട്ട് എടുക്കും. ആ നാവ് കൊണ്ട് പറയുന്നത് ചിലതൊക്കെ അങ്ങോട്ട് എഴുതി വെക്കാൻ ദൈവം ഉപയോഗിക്കും. അടുത്തത് അതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറഞ്ഞു. കൃതി എന്ന് പറയുന്നത് ഹല്ലേലൂയ കഥാകൃത്തിന്റെ സൃഷ്ടിയാ, ഒരു കലാകാരന്റെ സൃഷ്ടിയാ. അവന്റെ കവിതയോ അവന്റെ കഥയ്ക്കാണ് കൃതി എന്ന് പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഒരു സൃഷ്ടിപ്പ്. ഹൃദയം ശുഭവചനത്താൽ കവിഞ്ഞ് നാവ് സമർത്ഥകനായ ലേഖകന് വിട്ടുകൊടുത്തു കഴിയുമ്പോൾ എന്ത് നടക്കും? സൃഷ്ടിപ്പ് നടക്കുന്നേ. ചില സൃഷ്ടിപ്പുകൾ ഹല്ലേലൂയ ഒന്നുമില്ലായ്മയെന്ന് ഹല്ലേലൂയ സകലത്തെയും വിളിച്ചു വരുത്തിയതാ ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ ആ സൃഷ്ടിപ്പ് നടക്കണമെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടായിരിക്കണം? വചനം ഉണ്ടായിരിക്കണം. നമ്മുടെ നാവിൽ എന്തുണ്ടായിരിക്കണം? ഹല്ലേലൂയ വചനം കൊണ്ട് വിളിച്ചു പറയണം. സമർത്ഥകനായ ലേഖകൻ നമ്മുടെ നാവിനെ ഉപയോഗിക്കണം. ഹല്ലേലൂയ. അങ്ങനെ വചനം വിളിച്ചു പറയുന്ന മാതാപിതാക്കളെ, തലമുറയുടെ മേൽ ചില സൃഷ്ടിപ്പുകൾ നടക്കും. ഭവനത്തിൽ ചില സൃഷ്ടിപ്പുകൾ നടക്കും. വിശ്വസിച്ചുകൊണ്ട് വചനത്തിന് പ്രാധാന്യം കൊടുക്കാട്ട്, വചനം വിളിച്ചു പറയാൻ തയ്യാറായിക്കാട്ട്. 1986 അവൾ എന്തോ പറഞ്ഞെന്ന് ചോദിച്ചാൽ നമ്മൾക്കറിയാം. എന്നാൽ ഇന്നലെ വായിച്ച വചനം ഏതാണോ എന്ന് ചോദിച്ചാൽ നമ്മൾക്കറിയത്തില്ല. അവിടെയാണ് നമുക്ക് പറ്റിയ തെറ്റ്. എല്ലാ വചനങ്ങളും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റത്തില്ല. എന്നാൽ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ചിലത് നാം വലിച്ചെടുത്തോണം. അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചോണം. അത് നാവ് കൊണ്ട് വിളിച്ചു പറഞ്ഞോണം. തലമുറയുടെ മുറിയിൽ കയറി വിളിച്ചു പറയണം. അടുക്കളയിൽ നിൽക്കുമ്പോൾ വിളിച്ചു പറയണമെന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ മുമ്പിൽ വചനം വിളിച്ചു പറഞ്ഞോണം കേട്ടോ. സൃഷ്ടിപ്പ് നടക്കും. ഒരു പ്രവാചകനും വീട്ടിൽ വന്ന് സൃഷ്ടിപ്പ് നടത്താൻ പറ്റത്തില്ല. എന്നാൽ വചനം നാം ഇരിക്കുന്നിടത്ത് നിന്ന് വിളിച്ചു പറയുമ്പോൾ ഏതു മേഖലയിലാണോ സൃഷ്ടിപ്പ് നടക്കേണ്ടത് ആ മേഖലകളിൽ സൃഷ്ടിപ്പ് നടക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതിന്റെ 16-ാം വാക്യത്തിൽ അത് നമ്മൾ എപ്പോഴും പറയുന്ന, പക്ഷെ ഇത് കഴിഞ്ഞിട്ട് വേണം. അത് ഹൃദയം വചനത്താൽ നിറയണം. അല്ലെങ്കിൽ കൃതി സൃഷ്ടിപ്പ് നടക്കണം. രാജാവിന് വേണ്ടി ഉള്ളതാകണം. അല്ലെങ്കിൽ നാവ് സമർത്ഥകനായ ലേഖകന്റെ എഴുത്തുപോലായിരിക്കണം. അങ്ങനെ ഉള്ളവർക്ക് വെച്ചിരിക്കുന്ന 45:16 പറയുക, നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. നമ്മൾ എപ്പോഴും പലരും പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ ദൈവത്തിലെ ഹൃദയം ശുഭവചനത്താൽ കവിയണം. നാവ് സമർത്ഥകനായ ലേഖകന് വിട്ടുകൊടുക്കണം. എഴുത്തുപോലായിട്ട് എഴുതട്ടെന്നേ. ആ ലേഖകനൊന്ന് എഴുതട്ടെന്നേ. ഹല്ലേലൂയ. ചില സൃഷ്ടിപ്പുകൾ ഭവനത്തിൽ നടക്കും. അങ്ങനെയുള്ളവരുടെ തലമുറ എന്തോ ചെയ്യുന്നറിയാമോ? പുത്രന്മാർ പിതാക്കന്മാർക്ക് പകരമിരിക്കും. ഇന്ന് നാം ഇവിടെ നോക്കിയാൽ ഈ സൂം മീറ്റിംഗില് ഇപ്പൊ സ്കൂളിലാന്ന് പറയാം, വൈകിട്ടാണെങ്കിലും അവധി ദിവസത്തിൽ അല്ലെ ഒരു തലമുറ പോലും ഇല്ല. എന്നാൽ ഇന്ന് പൽക്കാലം വിശ്വസിച്ചോണ്ട് പറ, ഞാൻ ഈ സൂം മീറ്റിംഗ് ഇരിക്കുന്നത് പോലെ എന്റെ തലമുറ സൂം ഓപ്പൺ ആക്കിയിരിക്കുന്ന ഒരു ദിവസമുണ്ട്. എന്റെ തലമുറ ആരാധനയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു ദിവസമുണ്ട്. വലിച്ചു കൊണ്ടുപോയി നിർബന്ധിച്ചിരുത്തുന്ന ഇരുത്തല്ല, ഉത്സാഹത്തോടെ ഇറങ്ങുന്ന ദിവസം. ഞാൻ പിടിക്കുന്ന ബൈബിൾ എന്റെ തലമുറ ഉപയോഗിക്കുന്ന, അവർ വചനം വായിക്കുന്ന ഒരു ദിവസമുണ്ട്. അവർ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണോ. ഹല്ലേലൂയ. മാതാവേ, പിതാവേ, ഏതു മാതാവിന്റെ പിതാവിന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നോ അവരുടെ തലമുറ നിനക്ക് പകരം ഇരിക്കും കേട്ടോ. മാത്രമല്ല സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. നമ്മള് പ്രഭുക്കന്മാരാക്കാൻ ബന്ധപ്പെടുവൊന്നും വേണ്ട കേട്ടോ. നാം അവർക്ക് ഹല്ലേലൂയ ജോലി തേടി അന്വേഷിച്ച് അലഞ്ഞു നടക്കേണ്ട വരത്തില്ലെന്നേ. ഹല്ലേലൂയ. നാം ഹല്ലേലൂയ ഹൃദയത്തിൽ വചനം ഹല്ലേലൂയ സംഗ്രഹിച്ച് വാഗൊണ്ടത് ഏറ്റു പറഞ്ഞ് ചില സൃഷ്ടിപ്പുകൾ നടക്കുമ്പോൾ തലമുറയെ ദൈവം നമുക്ക് പകരമാക്കും. മാത്രമല്ല ഹല്ലേലൂയ അവർ സർവഭൂമിയിലും പ്രഭുക്കന്മാരായി തീരും കേട്ടോ. ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയിട്ട് നാം പറയും ഇതിന് ഒരു സാഹചര്യവും ഇല്ലല്ലോ എന്ന്. സമയം പറന്നു പോകുന്നു.
ഇല്ലല്ലോ എന്ന്. എന്നാൽ യെശയ്യാവിൽ പറയുന്നുണ്ട്, ബലവാനോട് അവന്റെ കവർച്ച എടുത്തു കളയാമോ? ബലവാൻ വീടിനകത്തോട്ട് കയറി വന്നിട്ട് ആരുടെയും അനുവാദമില്ലാതെ പിടിച്ചോണ്ട് പോയേക്കുവാ. അല്ലല്ലേ, നമ്മുടെ സമ്മതമില്ലാതെ. എന്നാൽ നമുക്ക് നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ. കാരണം ബലവാനാ പിടിച്ചേക്കുന്നേ. അവനെ പിടിന്ന് തിരിച്ചു മേടിക്കാൻ നമ്മൾക്ക് കഴിയത്തില്ല. അതുകൊണ്ട് സ്വർഗം ചോദിക്കുക, ബലവാനോട്, ബലവാൻ കവർന്നത് അല്ലെങ്കിൽ ആ ഫലിനെ എടുത്തു കളയാമോ? അല്ല, നിഷ്കണ്ടകന്റെ ബദ്ധന്മാരെ വിടുവിക്കാമോ? ക്രൂരനായ മനുഷ്യൻ ബന്ധിച്ചിട്ടേക്കുന്നതിനെ, തലമുറയെ പറ്റിയാ പറയുന്നത്, താഴോട്ടുണ്ട്. അതുകൊണ്ടാ ക്രൂരനായ മനുഷ്യൻ ബന്ധിച്ചിട്ടിരിക്കുന്ന തലമുറയെ. നമ്മൾക്കറിയാം നമ്മുടെ തലമുറ ഏത് രീതിയിലാണ് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത്. ഞാൻ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ എനിക്ക് വചനം പറയാൻ പറ്റത്തില്ല. അവരവരുടെ സാഹചര്യത്തെ നോക്കിയിട്ട് പറ, അല്ലെങ്കിൽ ദൈവമേ, ക്രൂരനായ മനുഷ്യൻ ബന്ധിച്ചിട്ടതിനെ അല്ലെങ്കിൽ വിടുവിക്കാൻ എനിക്ക് കഴിയത്തില്ല, എനിക്ക് പറ്റത്തില്ല, ഒന്ന് സമ്മതിച്ചു കൊടുത്തേ, എന്നെ കൊണ്ട് പറ്റത്തില്ല. അവിടെ വെച്ച് തീരുന്നതല്ല ദൈവത്തിന്റെ വചനം. സമ്മതിച്ചു കൊടുക്കുന്ന ദൈവം ഇതിലെ അടുത്ത വാക്യം പറയുക, എന്നാൽ യഹോവ ഈ പ്രകാരം അരുളിച്ചെയ്യുന്നു, ബലവാനോട് ബദ്ധന്മാരെ എടുത്തു കളയാം. ബലവാൻ ബന്ധിച്ചിട്ടതിനെ എടുത്തു കളയാമെന്ന്, നിഷ്കണ്ഠന്റെ കവർച്ചയെ വിടുവിക്കാമെന്ന്. ക്രൂരനായ മനുഷ്യൻ കവർന്നെടുത്തതിനെ വിടുവിക്കാം. നിന്നോട് പോരാടുന്നവനോട് ഞാൻ പോരാടും, നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യോ. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്ന് പറ, എന്നോട് പോരാടുന്ന ബലവാനോട്, എന്റെ തലമുറയെ ബന്ധിച്ചിട്ടിരിക്കുന്ന നിഷ്കണ്ടകനോട് എനിക്ക് പോരാടുവാൻ ശക്തിയില്ല, എനിക്ക് പിടിച്ചു വാങ്ങിക്കാൻ ശക്തിയില്ല. എന്നാൽ യഹോവ ഈ പ്രകാരം അരുളിച്ചെയ്യുന്നു, ദൈവത്തിലെ നിനക്ക് വേണ്ടി അവൻ പോരാടും, നിന്റെ മക്കളെ വിടുവിക്കും. കേട്ടോ, ബലവാൻ കവർന്നെടുത്തത് മടക്കി തരുന്ന ദിനങ്ങൾ. അല്ലലിയ ഭല്ലല, ക്രൂരനായ മനുഷ്യൻ ബന്ധിച്ചിട്ടത് അല്ലലിയ മടക്കി തരുമെന്നേ യഹോവ പോരാടി ഹല്ലേലൂയ വിടുവിക്കും. ഈ വചനങ്ങളൊക്കെ തലമുറയെ നോക്കി അങ്ങ് വിളിച്ചു പറയണം. ഈ വചനമൊക്കെ ഞാൻ ചെയ്യുന്നതാ കേട്ടോ. ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന വചനങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അല്ലെങ്കിൽ ആവർത്തനം 6:6 പറയുക, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. വചനം എവിടെ ഇരിക്കണം? ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് എന്ത് ചെയ്യണം? ഉപദേശിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. നീ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും, വീട്ടിലിരിക്കുമ്പോഴും, വഴി നടക്കുമ്പോഴും, കിടക്കുമ്പോഴും, എഴുന്നേൽക്കുമ്പോഴും അവയെ കുറിച്ച് സംസാരിക്കണം. ഹല്ലേലൂയ. വചനം ഹൃദയത്തിൽ ഇരുന്നാലല്ലേ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും പറയാൻ പറ്റത്തുള്ളൂ. വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചാലല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ നീ പറഞ്ഞു, പകരം നമ്മൾ എന്ത് ചെയ്യും? പഠിക്ക് പഠിക്ക് പഠിക്ക്, കഴിക്ക് വചനം പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇല്ല. ഇന്ന് കണ്ണുനീരിൽ നാം അകപ്പെട്ടു പോയേക്കുക. സമ്മതിച്ചു കൊടുക്ക. ഞാൻ യഹോവയുടെ കൽപ്പനയോട് മത്സരിച്ചു, അതുകൊണ്ടാണ് എന്റെ യവനക്കാരും എന്റെ കന്യകമാരും പ്രവാസത്തിലായത്. എന്നാൽ ഇന്ന് പൽക്കാലം ഒന്ന് മടങ്ങി വാ, വചനം തലമുറയോട് പറഞ്ഞു കൊടുക്ക. മാതാവേ, പിതാവേ, ഹൃദയത്തിൽ വചനം സംഗ്രഹിക്ക. എന്നിട്ട് നീ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഉപദേശിച്ചു കൊടുക്ക. അതിന് തയ്യാറായാൽ അതിന്റെ 10-ാം വാക്യത്തിൽ പറയുക, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുമെന്ന് അബ്രഹാമിനോട്, ഇസ്ഹാക്കിനോട്, യാക്കോബിന് എന്ന പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെല്ലും. ദൈവം മാതാവേ നിന്നോട് അരുളി ചെയ്തില്ലേ, തലമുറയെ ഇന്നടുത്ത് കൊണ്ടുചെല്ലാം, വാഗ്ദത്തം തന്നിട്ടില്ലേ, അവിടെ കൊണ്ടുചെല്ലാം. കൊണ്ടുചെന്ന് അല്ലല്ലോ, കൊണ്ടുചെല്ലാം. പിതാക്കന്മാരോടും മാതാക്കളോടും വാഗ്ദത്തം ചെയ്ത ദേശത്ത് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തം തലമുറ പ്രാപിച്ചെടുക്കേണ്ടതിന് അവരെ കൊണ്ടുചെല്ലാം. ദൈവം കൊണ്ടു ചെന്നോളും, ദൈവം കൊണ്ടുചെല്ലണം. പക്ഷെ എന്തോ ചെയ്യണം? മാതാപിതാക്കൾ ഹൃദയത്തിൽ വചനം സംഗ്രഹിച്ച് ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും അവയെ തലമുറയ്ക്ക് ഉപദേശിച്ചു കൊടുക്കണം. കേട്ടോ, അതിന് തയ്യാറാണോ? 1 മാസം ഒന്ന് ട്രൈ ചെയ്തോ. അല്ലല്ലോ, ദൈവത്തിന്റെ പ്രവൃത്തി നാളുകൾക്ക് മുമ്പേ കേട്ട ദൈവത്തിന്റെ വാഗ്ദത്തം ഇന്നും നിവൃത്തിയാകാത്തത് എന്തുകൊണ്ടാണെന്നറിയുമോ? ഏത് വാഗ്ദത്തത്തിനും മുമ്പിൽ ദൈവം ഒരു കണ്ടീഷൻ വെച്ചേക്കും. നമ്മൾ ആ കണ്ടീഷൻ മറന്നിട്ട് വാഗ്ദത്തത്തിന് വേണ്ടി മാത്രം പിടിച്ചു നിൽക്കും. എന്നാൽ ദൈവം പറഞ്ഞ വ്യവസ്ഥ അനുസരിക്കാൻ തയ്യാറായ തലമുറയെ, മാതാപിതാക്കളെ നമ്മളോട് വാഗ്ദത്തം ചെയ്ത ദേശത്ത് കൊണ്ടു ചെന്നെത്തിക്കും.
എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ഞാൻ പറയുന്നതൊല്ലാം വചനത്തിൽ നിന്ന്. വചനം വിട്ട് ഒരു കാര്യം പോലും ഞാൻ പറയുന്നില്ല. വചനത്തെ വിശ്വസിക്കാമോ? വചനത്തിൽ ദൈവത്തിന്റെ ശ്വാസമുണ്ട്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാ. ബിംബമായി കിടന്ന ആദാമിന്റെ മൂക്കിൽ ആ ശ്വാസം ഊതിയപ്പോഴാ എല്ലാ സിസ്റ്റംസും ഓർഗൻസും നാഡി നരമ്പുകളും വർക്ക് ചെയ്ത് എഴുന്നേറ്റ് നിന്നത് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചുകൊണ്ട് വിളിച്ചു പറ, ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് സമർപ്പിക്ക. ഞാൻ എന്റെ തലമുറയോട് ദൈവവചനം പറഞ്ഞു കൊടുക്കും. ഞാൻ എന്റെ ഹൃദയത്തിൽ ദൈവവചനം സംഗ്രഹിക്കും. അങ്ങനെ ചെയ്താൽ ദൈവം നാളുകളായി വാഗ്ദത്തം ചെയ്ത ദേശത്ത് തലമുറയെ കൊണ്ടു ചെല്ലും കേട്ടോ. കൊണ്ടു ചെല്ലും, കൊണ്ടു ചെല്ലും, കൊണ്ടു ചെല്ലും. ഹല്ലേലൂയ. നമ്മൾക്കറിയാം എഹെസ്കേലിനെ അല്ലെങ്കിൽ താഴ്വര ഇതുവരെ മൂന്നെണ്ണം ആഴ്ചയേ ഉള്ളൂ, സമയം ഇങ്ങനെ പോകുന്നു. അല്ലെങ്കിൽ എഹെസ്കേലിനെ അല്ലെങ്കിൽ താഴ്വരയുടെ നടുക്ക് കൊണ്ട് നിർത്തി. സാഹചര്യം വളരെ മോശമാ. ഹല്ലേലൂയ. ഏറ്റവും ഉണങ്ങിയ അസ്ഥികളാ, വളരെ ഉണങ്ങിയെന്നാ പറയുന്നത്. ഏറ്റവും ഉണങ്ങിയതാ. അല്ലെങ്കിൽ എല്ലാം വേർപെട്ട് കിടക്കുക, ചിതറിക്കിടക്കുക. ഒരു സാധ്യതയും ഇല്ല, രക്ഷപ്പെടാൻ ഒരു സാധ്യതയും ഇല്ല. എന്നാൽ ദൈവം പറയുക, അല്ലെങ്കിൽ പ്രവാചക, നീ അസ്ഥികളോട് വചനം പ്രസംഗിക്ക. നീ അസ്ഥികളോട് വചനം പറ. ഹല്ലേലൂയ. സാഹചര്യം ഇല്ലാത്ത തലമുറ നോക്കി, സാഹചര്യം ഇല്ലാത്ത ജീവിതത്തിന്റെ മേഖലകളെ നോക്കി നാം ഓരോരുത്തരും പ്രവാചകന്മാരാ, നാം ഓരോരുത്തരും പുരോഹിതന്മാരാ. വചനം അങ്ങോട്ട് പ്രവചിച്ചേ. സാധ്യത ഇല്ലാത്ത തലമുറയെ നോക്കിയിട്ട് പറ, അല്ലെങ്കിൽ വചനം പ്രസംഗിക്ക. എന്നിട്ട് പറയുക, ഹല്ലേലൂയ, ഉണങ്ങിയ അസ്ഥികളെ വചനം കേൾപ്പിന്നാ പറയുന്നത്. ഉണങ്ങിയ അസ്ഥികളോട് വചനം പറയുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ദൈവത്തിന്റെ വചനം, ദൈവം കൽപ്പിച്ചതുപോലെ പറയുന്നത് ദൈവത്തിന്റെ വചനം പ്രവചനമാകട്ടോ. തലമുറയെ നോക്കി വചനം വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ, അല്ല അവിടെ പറയുന്നു അസ്ഥിയോട് വന്നു ചേർന്നെന്ന്. അസ്ഥി വിട്ടുകിടന്നത്, ചിതറിക്കിടന്നത്, ഒരിക്കലും യോജിക്കത്തില്ലെന്ന് പറഞ്ഞ് കിടന്നത്, അല്ലെങ്കിൽ വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവനവൻ പ്രവചിക്കണം വചനം കേട്ടോ. വേറൊരാള് നമ്മളെ നോക്കി പ്രവചിച്ചിട്ട് അതിന് ആമേൻ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. വചനം നാം പ്രവചിക്കണം. നാം കേട്ട വാഴ്ത്തത്വങ്ങളും നാം പ്രവചിക്കണം, നാം പറയണം, നാം ഏറ്റു പറയണം. പ്രവചിച്ചപ്പോൾ അസ്ഥിയോട് വന്നു ചേർന്നു. തലമുറയുടെ ചില നന്മകൾ വന്നു ചേരേണ്ടതുണ്ട് കേട്ടോ. അല്ലെങ്കിൽ തലമുറകൾ നിമിത്തം ചില നന്മകൾ ഭവനത്തിൽ വന്നു ചേരേണ്ടതുണ്ട്. യാക്കോബേ, എന്റെ ദുഃഖത്തെ നരയെ ദുഃഖത്തോട് പാതാളത്തിൽ അയക്കുമെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുവാണോ? അല്ലെന്നേ. 10 കഴുതപ്പുറത്ത്, പെൺകഴുതപ്പുറത്ത് വിശേഷ സാധനങ്ങളും 10 പെൺകഴുതപ്പുറത്ത്, അല്ലെങ്കിൽ ക്ഷാമകാലത്ത് ആഹാര സാധനം, ഹല്ലേലൂയ, മാത്രമല്ല കൊണ്ടുപോകാൻ രഥം, രാജാവ് അയക്കുന്ന രഥം. വീടിന്റെ മുറ്റത്ത് വരേണ്ടത് വീടിന്റെ മുറ്റത്ത്, വീടിനകത്ത് കയറേണ്ടത് വീടിനകത്ത്. തലമുറ നിമിത്തം വന്നു ചേരേണ്ടത് വന്നു ചേർന്നാലേ യാക്കോബേ നീ ചൈതന്യം പ്രാപിക്കത്തുള്ളൂ. നിനക്ക് സ്വത്തില്ലാഞ്ഞിട്ടല്ല, നിനക്ക് ജോലിയില്ലാഞ്ഞിട്ടല്ല, നിനക്ക് സമാധാനമില്ല, ചൈതന്യം പ്രാപിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? തലമുറ നിമിത്തം. ഇന്ന് പകൽക്കാലം വിളിച്ചു പറ, തലമുറ നിമിത്തം വന്നു ചേരേണ്ട നന്മ എന്റെ ഭവനത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. കുടുംബജീവിതം ശിഥിലമായിരിക്കുന്ന ഹല്ലേലൂയ ദൈവപൈതലേ, ഇന്ന് പകൽക്കാലം പറ, സാഹചര്യം ഇല്ലായിരിക്കും, ചിതറി കിടക്കുക. എന്നാൽ പറ, അസ്ഥിയോട് വന്നു ചേരുമെന്ന്. ഇതിനകത്തുനിന്ന് ഞാൻ ഒരു മർമ്മം കൂടെ ദൈവം എനിക്ക് പറഞ്ഞു തന്ന ഒരു വ്യാഖ്യാനം കൂടെ ഞാൻ പറഞ്ഞോളട്ടെ. ആദാമിനെ സൃഷ്ടിച്ചത് ഹവ്വയുടെ വാരിയെടുത്ത, ഹല്ലേലൂയ, ഹവ്വയെ സൃഷ്ടിച്ചത് ആദാമിന്റെ വാരിയിലെടുത്ത, ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ തലമുറകളെ സൃഷ്ടിച്ചപ്പോൾ, പെൺതലമുറയാണോ അവൾ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു ആദാമിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. അവന്റെ വാരിയിൽ എടുത്ത് അവളെ സൃഷ്ടിച്ചേക്കുന്നത്. ആൺതലമുറയാണോ അവൻ ജനിച്ചപ്പോൾ ആ വാരിയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അടുഹല്ലിൽ ഒരു പെൺതലമുറ, ഒരു ഹവ്വ എവിടെയോ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, നാളുകളായി കല്യാണം ആലോചിച്ചിട്ടും വിവാഹം നടക്കാതെ, തലമുറകളുടെ ഭാവിക്ക് വേണ്ടി ഭാരം ഒത്തിരി പേരുണ്ട്. 34, 35 വയസ്സായിട്ടും കല്യാണം നടക്കാതിരിക്കുന്നവരോട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് പൽക്കാലം വിളിച്ചു പറ, അസ്ഥിയോട് വന്നു ചേരൂ. മനുഷ്യപുത്ര, നീ അസ്ഥിയെ നോക്കി പ്രവചിക്ക്, നീ നിന്റെ തലമുറ നോക്കി പ്രവചിക്ക്.
വന്നു ചേരട്ടെ, വന്നു ചേരട്ടെ. ഇനി അടുത്തൊരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കാൻ നോക്കിയിരിക്കണ്ട. ഇനി അടുത്തൊരു പ്രവചനത്തിന് വേണ്ടി നോക്കി നിൽക്കണ്ട. നീ ഹല്ലേലൂയ വിളിച്ചു പറയാൻ തയ്യാറായാൽ, വചനം പറയാൻ തയ്യാറായാൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. അടുത്ത വിഷയം ഹല്ലേലൂയ സങ്കീർത്തനം 29:10. ഞാൻ പെട്ടെന്ന് അങ്ങ് പോവാ, എനിക്ക് ഇതൊന്ന് തീർക്കണമെന്നുണ്ട്, സമയം പോകുന്നതുകൊണ്ട്. ഹല്ലേലൂയ സങ്കീർത്തനം അല്ല, അവിടെ നിന്ന് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാണമെന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഗ്രാഫ് കിട്ടിയിട്ടുണ്ടല്ലോ, അത് മതി. ഇനി നിങ്ങൾ അത് വെച്ച് വചനങ്ങളെല്ലാം ഏറ്റു പറഞ്ഞോണം. ഹല്ലേലൂയ സങ്കീർത്തനം 29:15. എന്റെ കണ്ണ് എപ്പോഴും യഹോവെങ്കിലേക്കാവുന്നു, അവൻ എന്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. ഹല്ലേലൂയ എന്റെ കണ്ണ് എന്റെ അമേരിക്കയിലുള്ള അമ്മാച്ചനിലല്ല, അല്ലെങ്കിൽ എന്റെ മറ്റാ സമ്പത്തുള്ള ആരുടെയും എടുക്കലല്ല. എന്റെ കണ്ണ് എവിടേക്കാ? യഹോവെങ്കിലേക്ക്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. കണ്ണ് ദൈവത്തിങ്കിലേക്കാണോ? നിന്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാക്കട്ടോ. വലയിൽ അകപ്പെട്ടു പോവാൻ ദൈവം അനുവദിക്കത്തില്ല കേട്ടോ. പൊരുതുന്നതാ. ഹല്ലേലൂയ പ്രവാസത്തിൽ പോയ യവനക്കാരെയും കന്യകമാരെയും മടക്കി വരുത്തുന്നതിന് പൊരുതുന്ന വിഷയമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തേത് കണ്ണുനീരൊഴുക്കണം. ഹല്ലേലൂയ. രണ്ടാമത് പറഞ്ഞത് എന്താണ്? വിശ്വസ്തയോട് ദൈവത്തിന് ശുശ്രൂഷ ചെയ്യണം. മൂന്നാമത് പറഞ്ഞത് എന്തോ? വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് നാവ് കൊണ്ട് വിളിച്ചു പറയണം. ഹല്ലേലൂയ. നാലാമത്തെ വിഷയം പറയുക, ഹല്ലേലൂയ കണ്ണ് എവിടേക്ക് ആയിരിക്കണം? ദൈവത്തിങ്കിലേക്ക് ഉയർത്തണം കേട്ടോ. കണ്ണ് ദൈവത്തിങ്കിലേക്ക് ഉയർത്തണം. 29:12 പറയുക, യഹോവ ഭക്തനായ പുരുഷനാർ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ഞാൻ അവന് കാണിച്ചു. എന്റെ പൈതല് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുന്നോട്ട് +2 ഏതെടുക്കണം, +2 കഴിഞ്ഞപ്പം ഏതെടുക്കണമെന്ന് ഞാൻ ഭാരപ്പെട്ടപ്പോൾ ദൈവം എന്നോട് ശക്തമായി അറിയിച്ച ദൈവിക ദൂത ഈ വചനം കേട്ടോ. ഹല്ലേലൂയ തലമുറ മുന്നോട്ട് എന്ത് പഠിക്കണം, എന്ത് സെലക്ട് ചെയ്യണം, ഏത് ജോലിക്ക് പോകണം. ഇപ്പൊ 10ാം ക്ലാസ്സിലും +2 ഒക്കെ ബോർഡ് എക്സാമിന്റെ സമയം അടുത്തു വരിക. ഹല്ലേലൂയ ഭാരപ്പെടുന്ന ദൈവത്തിലെ നീ ഈ വചനത്തെ നോക്കിയിട്ട് വിളിച്ചു പറയണം. യഹോവ ഭക്തനാണോ? വിളിച്ചു പറയണം. അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അടുത്തത് പറയാം, അവൻ സുഖത്തോടെ വസിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ സുഖത്തോടെ വസിക്കുന്ന ഹോസ്റ്റലിലാണെങ്കിലും ദൂരദേശത്താണെങ്കിലും അല്ല ഇനി കല്യാണം കഴിച്ചു വിട്ട വീട്ടിലാണെങ്കിലും സ്വസ്ഥതയില്ലെങ്കിൽ നോക്കിയിട്ട് പറ, സുഖത്തോടെ വസിക്കും. വചനം പ്രവർത്തിക്കട്ടെ, വചനം പ്രവർത്തിക്കട്ടെ. അല്ലെങ്കിൽ യഹോവ ഭക്തനായ പുരുഷനാർ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും. അടുത്തത് പറയാ, സന്തതി ദൈവം കാണിച്ചു തന്ന വഴിയാണോ നടന്നത്? സന്തതി ദേശത്തെ അവകാശമാക്കും. സന്തതി ചിലതിനെ അവകാശമാക്കുന്നേ. ഒന്ന് കനാൻ ദേശത്തെ അവകാശമാക്കും. അത് വിട്ടുകളയല്ലേ. നമ്മൾ അത് വിട്ടുകളഞ്ഞത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാം, ഞാൻ ഈ വാക്യം പറയുമ്പോൾ എല്ലാം പറയും, എന്റെ തലമുറ കനാൻ, സ്വർഗീയ കനാൻ അവകാശമാക്കണം. 2, ദൈവം എന്നോട് വാഗ്ദത്തം ചെയ്ത ദേശത്ത് ഹല്ലേലൂയ എന്റെ തലമുറ കൈവശമാക്കണം. തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി കാണിച്ചു തന്ന് ഹല്ലേലൂയ അത് അവസാനം ഒരു ഹല്ലേലൂയ എന്താ പറയുന്നത്, ഒരു ട്രാപ്പിൽ അകപ്പെടുവാൻ അല്ല. ഹല്ലേലൂയ ദൈവം യഹോവ ഭക്തനാണോ? തിരഞ്ഞെടുക്കേണ്ടത് വഴി കാണിച്ചു തരും. ഇനി പഠിക്കാൻ പോകുന്നത് ഹോസ്റ്റലിലാണോ? എവിടാണെങ്കിലും സുഖത്തോടെ വസിക്കും. നോക്കിയിട്ട് പറ, 4 കൊല്ലം എന്റെ തലമുറ BSc നഴ്സിംഗ് ആണോ പഠിച്ചത്? 4 കൊല്ലം പഠിച്ചു കേട്ടോ. കോവിഡിന്റെ കാലത്തൊക്കെയാ. ഞാൻ ഒരു ദിവസം പോലും വിളിച്ചോണ്ട് വരേണ്ട ആവശ്യം വന്നിട്ടില്ല. പല തലമുറകളെയും രാത്രിയിലൊക്കെ അല്ലെങ്കിൽ വിളിച്ചോണ്ട് പോകേണ്ടി വന്നിട്ടുണ്ട്, ഛർദിലും മറ്റു പലതുമായിട്ട്. അല്ലെങ്കിൽ എന്നാൽ കഴിവിന്റെ കൂടുതൽ കൊണ്ടോ ആരോഗ്യത്തിന്റെ കൂടുതൽ കൊണ്ടോ രോഗപ്രതിരോധ ശക്തിയുടെ കൂടുതൽ കൊണ്ടോ അല്ല, വചനത്തിന്റെ പ്രവൃത്തി. വചനം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അന്നു മുതൽ ഇന്നും പറയുന്ന വിഷയമാ. അല്ലെങ്കിൽ യഹോവ ഭക്തനായ പുരുഷനാർ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും. അവന്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. അടുത്തത് പറയാ, യഹോവയുടെ സഹിത്വം. ഫ്രണ്ട്ഷിപ്പ് ആരുമായിട്ടായിരിക്കും? ദൈവമായിട്ടായിരിക്കും കേട്ടോ. യഹോവയുടെ സഹിത്വം എന്തുണ്ട്? യഹോവയുടെ സഹിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും കേട്ടോ. കൂട്ടുകെട്ടിൽ അകപ്പെടത്തില്ലെന്നേ. തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ദൈവത്തോട് ചോദിച്ച് മേടിച്ചിട്ട് അയക്കുന്നെങ്കിൽ അല്ലല്ല, ഹോസ്റ്റലിൽ എങ്ങനായിരിക്കും? റാഗിങ് മൂലം അനേകർ മരിക്കുന്നുണ്ടല്ലോ. എന്റെ തലമുറ എങ്ങനായി തീരും എന്നൊന്നും ഭാരപ്പെടേണ്ടെന്നേ. സുഖത്തോടെ വസിക്കോ. രണ്ടാമത് അവന്റെ കൂട്ടുകെട്ടിൽ അകപ്പെട്ടു പോകുമെന്ന് ഭയപ്പെടേണ്ട. സഹിത്വം യഹോവയായിരിക്കും കേട്ടോ. ദൈവമായിരിക്കും ഫ്രണ്ട്ഷിപ്പ്. അടുത്തത് പറയുകയാ, ദൈവം
കൂട്ടുകാരനാണെങ്കിൽ അവൻ തന്റെ നിയമം അവരെ അറിയിക്കും. അല്ലല്ലോ, വചനം പറഞ്ഞുകൊണ്ടേയിരിക്കും. നടക്കേണ്ടുന്ന വഴി ഇതാന്ന്, എന്റെ വചനം എന്റെ കാലിൽ ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവും പറഞ്ഞു കൊടുത്തോണ്ടേയിരിക്കും. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറയുന്നത്, അല്ലല്ലേ, എന്റെ കണ്ണ് യഹോവയിങ്കലേക്കാകുന്നു, എന്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവെക്കും. ദൈവം തിരഞ്ഞെടുത്ത വഴിയിൽ തലമുറയെ കെട്ടിച്ചു വിട്ടാൽ അതൊരു വലയായി മാറത്തില്ല കേട്ടോ. ദൈവത്തോട് ചോദിച്ചു പ്രാർത്ഥിച്ചു വചനം ഏറ്റു പറഞ്ഞ് തലമുറയെ പഠിക്കാൻ വിട്ടാൽ അതൊരു വലയായി മാറത്തില്ല. കുടുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അവിടെ നിന്നാൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പോട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനം അതിന്റെ കൂടെ തന്നെ പറയാം. ഹല്ലേലൂയ. തലമുറയെ പറ്റി പറയാൻ ഞാൻ എന്നും പറയുന്ന വചനോ, ഞാൻ പറയുന്ന വചനോ നിങ്ങളോട് പറയുന്നത്. അത് ഏറ്റു പറഞ്ഞോണേ. സങ്കീർത്തനം 12:7 പറയേ, യഹോവേ നീ അവരെ കാത്തുകൊള്ളും. എന്നിട്ട് പറയാം, ഈ തലമുറയിൽ നിന്ന് നീ അവരെ എന്നും സൂക്ഷിക്കും. മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു. നമുക്കിങ്ങനെ പറയാം, യഹോവേ നീ അവരെ കാത്തുകൊള്ളും. ഈ തലമുറ, ഈ ദുഷ്ട തലമുറയാ, വക്രതയുള്ള തലമുറയാ, കോട്ടമുള്ള തലമുറയാ. അല്ലെങ്കിൽ ഈ തലമുറയിൽ നിന്ന് നീ എന്റെ തലമുറയെ കാത്തു സൂക്ഷിക്കും. നോക്കിക്കൊണ്ടൊന്ന് പ്രവചിച്ചേ. അല്ലെങ്കിൽ എങ്ങും കൊണ്ട് കൊത്തിക്കൊണ്ട് കൊത്തി പറന്ന് ഒളിപ്പിച്ച് പാർപ്പിക്കാൻ പറ്റത്തില്ല. ഈ തലമുറയുടെ കൂടെ ജീവിച്ചേ പറ്റൂ. എന്നാൽ ദൈവത്തിനെ വിളിച്ചു പറ, ഈ തലമുറയിൽ നിന്ന് അല്ലെങ്കിൽ അവരെ സൂക്ഷിക്കും. അടുത്ത് പറയാ, മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ, ഹല്ലേലൂയ, വല്ലിലെ വഷളത്വം പ്രബലപ്പെടുക. വിളിച്ചു പറ, നീ അവരെ സൂക്ഷിക്കും. യഹോവേ നീ എന്റെ തലമുറയെ സൂക്ഷിക്കും. വഷളത്വം മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ പ്രബലപ്പെട്ടോട്ടെ, എന്നാൽ എന്റെ തലമുറയെ ആര് സൂക്ഷിക്കും? യഹോവ സൂക്ഷിക്കും. അടുത്തത് പറയാ, ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു. ഈ ഓരോ വാക്കും പറഞ്ഞിട്ട് ഇത് പറയണം, യഹോവേ അങ്ങ് അവരെ കാത്തു സൂക്ഷിക്കും. ദുഷ്ടന്മാര് സഞ്ചരിച്ചോട്ടെ, എങ്ങും അല്ലല്ലേ സുരക്ഷിതത്വം ഇല്ല കേട്ടോ. എന്നാൽ തലമുറയെ നോക്കി അവൻ പഠിക്കാൻ പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ, വിദേശത്തുള്ള തലമുറയെ ഹൃദയം കൊണ്ട് കണ്ട് ദാനിയേല് അല്ലെങ്കിൽ പ്രവാസത്തിലായിരുന്നപ്പോൾ യെരുശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ട് വെച്ചാൽ ഹൃദയം കൊണ്ടാ യെരുശലേമിനെ കാണുന്നത്, കാണത്തില്ല എന്ന് പറഞ്ഞ തലമുറയുടെ നേരെ ഹൃദയ കണ്ണുകൊണ്ട് കണ്ടിട്ട് വിളിച്ചു പറയണം, യഹോവേ അങ്ങവരെ കാത്തുകൊള്ളും. ഈ തലമുറയിൽ നിന്ന് അങ്ങവരെ കാത്തു രക്ഷിക്കും. അല്ലെങ്കിൽ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ അങ്ങന്റെ തലമുറയെ കാത്തു സൂക്ഷിക്കും. ഹല്ലേലൂയ. ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുമ്പോൾ അങ്ങന്റെ തലമുറയെ കാത്തു സൂക്ഷിക്കും. ഹല്ലേലൂയ. ഇന്ന് പാൽക്കാലം ഒന്ന് വിളിച്ചു പറയാമോ? ഹല്ലേലൂയ. എന്റെ കണ്ണ് യഹോവയിങ്കലേക്കാകുന്നു, അവൻ എന്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവെക്കും. പൊരുതുന്നത് എങ്ങനെയാ? ഹല്ലേലൂയ. കണ്ണ് സ്വർഗത്തിലേക്ക് നോക്കുന്നവൻ പൊരുതുവാ. ഹല്ലേലൂയ. മനുഷ്യനിലേക്ക് നോക്കാതെ, പ്രഭുക്കന്മാരിലേക്ക് നോക്കാതെ കണ്ണ് യഹോവയിങ്കിലേക്ക് ഉയർത്തുന്നവൻ പൊരുതുകയാ. വീടുകൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, പുത്രന്മാർക്ക് വേണ്ടി, പുത്രിമാർക്ക് വേണ്ടി, പ്രവാസത്തിന് രക്ഷ പ്രാപിക്കേണ്ടതിന് പൊരുതുവാ. ഹല്ലേലൂയ. അടുത്ത വിശേഷയാവ് 62 6 മുതൽ 9 വരെ ഈ വാക്യം കഴിഞ്ഞ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്തുനിന്ന് ഡോക്ടർ അനു കെന്നത്ത് നിങ്ങളുടെ ഇടയിൽ തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ അതൊന്നും അല്ല പറയാൻ പോകുന്നത്. ദൈവം എനിക്ക് തന്ന വചന വെളിപ്പാട് പറഞ്ഞിട്ട് ഞാൻ പോട്ടെ. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകൾക്കകത്ത് കാവൽക്കാരെ ആക്കിയിരിക്കുന്നു, അവർ രാവോ പകലോ മിണ്ടാതിരിക്കുകയില്ല. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചോട്ടെ, കാവൽക്കാരുടെ ആയുധം എന്തുവാ? പണ്ട് കാലത്താണെങ്കിൽ കുന്തം, വാള്, പരിചയമൊക്കെയാണ്. ഇപ്പോഴാണെങ്കിൽ എന്താണ്, തോക്ക്, അങ്ങനെയൊക്കെയുള്ള കോഡ്ലെസ് ഫോണ്, ഇതൊക്കെയാണ്. എന്നാൽ ഇവിടുത്തെ കാവൽക്കാരുടെ ആയുധം എന്താണെന്നറിയുമോ? മിണ്ടാതിരിക്കുകയില്ല, രാവും പകലും മിണ്ടാതിരിക്കുകയില്ല. എന്നിട്ട് പറയാ, യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. ചിലതിനെ യഥാസ്ഥാനത്താക്കുവോളോ, ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളോ നിങ്ങൾ അവന് സ്വസ്ഥത കൊടുക്കല. കാവൽക്കാരാ, തലമുറയുടെ കാവൽക്കാരൻ നമ്മളാ. നാം ആയുധം ഉപയോഗിച്ചില്ലെങ്കിൽ ശത്രു അകത്തു കിടക്കും കേട്ടോ. ദൈവം തന്ന ആയുധമായ അല്ലെങ്കിൽ ഉപയോഗിച്ചോ, ഹൃദയം അല്ലെങ്കിൽ ഉപയോഗിച്ചോ, വചനം സംഗ്രഹിച്ച് നാവ് കൊണ്ട് ഏറ്റു പറഞ്ഞോ. ഹല്ലേലൂയ. ചിലതിനെ ദൈവം യഥാസ്ഥാനപ്പെടുത്തും. മാത്രമല്ല ചിലതിനെ ഭൂമിയിൽ തന്നെ പ്രശംസാ വിഷയമാക്കും കേട്ടോ. അടുത്തത് പറയാ, അവിടെ നിൽക്കുന്നില്ല ഞാൻ, അവിടെ നിന്ന് പറയാ, അതിന്റെ 8-ാം വാക്യത്തിൽ പറയാ,
ഇനി നിന്റെ ധാന്യം നിന്റെ ശത്രുക്കൾക്ക് ആഹാരമായി കൊടുക്കുകയില്ല. അപ്പൊ ഇതുവരെ ശത്രു കൊണ്ടുപോകുമായിരുന്നു. ഇതുവരെ അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം ആര് കൊണ്ടുപോകുമായിരുന്നു? ശത്രു കൊണ്ടുപോവുകയായിരുന്നു. എന്നിട്ട് പറയാം, നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് ഇനി എന്ത് ചെയ്തില്ല? അന്യജാതിക്കാർ കുടിച്ചു തീർക്കുകയില്ല. അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് അന്യജാതിക്കാർ കുടിച്ചു തീർക്കില്ല. ഈ വചനം വായിച്ചപ്പോൾ ദൈവം ശക്തമായി എന്നോട് ചോദിച്ചു, വീഞ്ഞ് എന്തിന്റെ ഫലമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മുന്തിരിയിൽ നിന്ന് എടുക്കുന്ന. മുന്തിരി ആരുടെയാ? മുന്തിരി വള്ളിയിൽ ഉണ്ടാകുന്ന. മുന്തിരി വള്ളിയുടെ ഫലമാ വീഞ്ഞ്. ഹല്ലേലൂയ. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി. അങ്ങനെയെങ്കിൽ വീഞ്ഞാരാ? തലമുറയാകട്ടോ. ഇവിടെ പറയാ, നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ്, നീ കഷ്ടപ്പെട്ട് വളർത്തിയ തലമുറയുണ്ടല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്യജാതിക്കാർ കുടിച്ചു തീർക്കത്തില്ലെന്നേ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. എന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്താണ് നമ്മൾ തലമുറയെ വളർത്തിയിരിക്കുന്നത്. എത്ര രാത്രി നമ്മൾ ഉറങ്ങാതിരുന്നിട്ടുണ്ട്, എത്ര നാൾ നമ്മൾ അവരെ പൊക്കിയെടുത്തോണ്ട് നടന്നിട്ടുണ്ട്. ഇന്നും നാം കരയുന്നത്, ഇന്നും നാം കണ്ണുനീര് കുടിക്കുന്ന തലമുറ നിമിത്തമല്ലേ? എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുക, നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് ജാതികൾ കുടിച്ചു തീർക്കത്തില്ല എന്ന്. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നോക്ക്, പ്രവാചക, ഉണങ്ങിയ അസ്ഥിയെ നോക്കി നീ വചനം പ്രസംഗിക്ക്. അവൻ കൽപ്പിച്ചതുപോലെ ഒന്ന് പ്രവചിച്ച് തലമുറയെ നോക്കിയിട്ട് പറ, എന്റെ തലമുറ, അല്ലല്ല, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ, ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയതാ, അന്യജാതിക്കാർക്ക് കുടിച്ചു തീർക്കാനുള്ളതല്ല, അന്യ ബന്ധത്തിൽ അകപ്പെട്ടു പോകാനുള്ളതല്ല, മൊബൈലിലും ഇന്റർനെറ്റിലും കളിച്ച് അന്യജാതിക്കാരന് വരുമാനം ഉണ്ടാക്കാനുള്ളതല്ല എന്റെ തലമുറ. അന്യജാതിക്കാരായ കൂട്ടുകാരനെ കൂടെ നടന്ന് കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായി പോകാനുള്ളതല്ല എന്റെ തലമുറ. ഹല്ലേലൂയ. ജാതികൾ കുടിച്ചു തീർക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്യജാതിക്കാർ കുടിക്കയില്ലെന്ന് യഹോവ തന്റെ വലം കൈയും തന്റെ ബലമുള്ള ഭുജവും തൊട്ട് സത്യം ചെയ്തിരിക്കുന്നു. ദൈവം സത്യം ചെയ്യുക. 89 സങ്കീർത്തനത്തിൽ ദാവീദിനോട് പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ ദാവീദിനോട് ഭോഷ്ക് പറയത്തില്ല. തലമുറയെ, ഹല്ലേലൂയ, രാജസ്ഥാനം മാറ്റത്തില്ലെന്നും സന്തതിയെ ശാശ്വതമായി രാജസ്ഥാനത്ത് ഇരുത്താമെന്ന് ദൈവം പറഞ്ഞിട്ട് പറയുക. ഹല്ലേലൂയ. ആ വാക്യം ഒന്നും എടുക്കുന്നില്ല, സമയം പോയി. ഞാൻ ദാവീദിനോട് ഭോഷ്ക് പറയത്തില്ലെന്ന്. ഇന്ന് പകൽക്കാലം ഇവിടെയും കൈ ഉയർത്തി സത്യം ചെയ്തിട്ട് പറയുക, ഏറ്റെടുക്കുന്ന മാതാവേ, ഏറ്റെടുക്കുന്ന പിതാവേ, നീ അധ്വാനിച്ചുണ്ടാക്കുന്ന ധാന്യം, അല്ലല്ല ജാതികൾ, അല്ലല്ല ധാന്യം ശത്രു ഇനി തിന്നു തീർക്കത്തില്ല. അല്ലല്ല, നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് ജാതികൾ കുടിച്ച് തീർക്കത്തില്ല. നിന്റെ തലമുറയെ ശത്രു പിടിച്ചുകൊണ്ട് പോകത്തില്ല. ജാതികൾ അവരെ ഉപയോഗിക്കത്തില്ല. വചനം വിളിച്ചു പറ. ഹല്ലേലൂയ. 9 വാക്യത്തിൽ പറയാ, അതിനെ ശേഖരിച്ചവർ തന്നെ അത് ഭക്ഷിച്ച് യഹോവയെ സ്തുതിക്കും. ധാന്യം ആരാണോ ശേഖരിച്ചത്, ആരാണോ അധ്വാനിച്ചുണ്ടാക്കിയത്, അവർ തന്നെ അതിനെ ഭക്ഷിക്കും. അതിനെ സംഭരിച്ചവർ തന്നെ എന്റെ വിശുദ്ധ പ്രാകാരങ്ങളിൽ വെച്ച് അതിനെ പാനം ചെയ്യും. തലമുറ എവിടെ വരും? ഹല്ലേലൂയ, വിശുദ്ധ പ്രാകാരത്തിൽ വരും കേട്ടോ. ഹല്ലേലൂയ, ആലയത്തിൽ വരുന്ന ഒരു തലമുറയായി മാറോ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് പകൽക്കാലം വിശ്വസിച്ചുകൊണ്ടൊന്ന് ഏറ്റുപറയാൻ കഴിയുമോ? ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഒന്ന് ഏൽപ്പിക്കാമോ? ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് എവിടെ എത്തും? ജാതികൾ കുടിച്ചു തീർക്കത്തില്ല. അവരെവിടെ എത്തും? ആലയത്തിൽ പാനം ചെയ്യുന്ന തലമുറയായി മാറും. പിന്മാറ്റാവസ്ഥയിൽ നടക്കുന്ന തലമുറയെ നോക്കിയിട്ട് മാതാവേ, പിതാവേ, നീ പ്രവചിക്ക്, എന്റെ തലമുറ ആലയത്തിൽ പാനം ചെയ്യുന്ന തലമുറയായി മാറുമെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞാൽ, ഹല്ലേലൂയ, നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് ജാതികൾ കുടിച്ചു തീർക്കത്തില്ല. നീ നിന്റെ ആയുധം ഉപയോഗിച്ചോണം. രാവോ പകലോ മിണ്ടാതിരിക്കരുത്. ദൈവത്തിന് സ്വസ്ഥത കൊടുക്കല് കേട്ടോ. അതാണ് പ്രാർത്ഥന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൊരുതുന്ന അടുത്ത ആയുധമാ പ്രാർത്ഥന. ഹല്ലേലൂയ. സ്വസ്ഥത കൊടുക്കാതെ കാവൽക്കാരാ തലമുറയ്ക്ക് കാവൽ നിന്നോണം. കുടുംബത്തിന് കാവൽ നിന്നോണം. നിന്റെ തലമുറയ്ക്ക് നീയാ കാവൽ നിൽക്കേണ്ടത്. നയിലെ വിധവയോട് കണ്ടു മനസ്സലിഞ്ഞതുപോലെ, മാതാവേ, നീ കരയുന്നത് പോലെ, നീ പ്രാർത്ഥിക്കുന്നത് പോലെ മറ്റാർക്കും നിന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. നീ ആ കാവൽക്കാര്. പിതാവേ, മാതാവേ, നീ
നിങ്ങളാണ് കാവൽക്കാര്. പരസ്പരം പഴി ചാരിക്കൊണ്ട് നിൽക്കാതെ അല്ലെങ്കിൽ ആയുധം ഉപയോഗിച്ചാട്ട്. നമ്മൾക്കറിയാം അശൂർ പാളയത്തിൽ ഒരു ദൂതൻ ഇറങ്ങിയപ്പോൾ 1,85,000 എന്റെ അറിവ്. കണക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അതങ്ങ് പുറത്തേക്കണം കേട്ടോ. 1,85,000 പേരെന്ത് ചെയ്തു? സംഹരിച്ചു പോയി, അവരെ കൊന്നു. ഒരു ദൂതൻ, ഒറ്റ ദൂതൻ അശൂർ പാളയത്തിൽ ഇറങ്ങിയപ്പോൾ 1,85,000 പേര് ശത്രു ഇല്ലാതായി. ഇതേപോലെ തന്നെ ഒരു ദൂതൻ യാക്കോബിന്റെ അടുത്തോട്ടൊന്ന് വന്നു. ഇല്ലില്ല, അവൻ എന്ത് ചെയ്തു? മക്കളെയും ഭാര്യമാരെയും സ്വത്തിനെ എല്ലാം അക്കരയ്ക്ക് കടത്തിയിട്ട് ആ പാദപിടത്തിലോട്ടങ്ങ് വീണു. പ്രാർത്ഥിക്കുന്ന ഭക്തൻ ദൂതന്റെ കാലിലോട്ടങ്ങ് വീണു. ഹല്ലേലൂയ. വേദപണ്ഡിതന്മാർ പറയുന്നേ, ഇറങ്ങി വന്ന ദൂതൻ യേശു ക്രിസ്തു ആണെന്നാ പറയുന്നത്. ആണോ? അല്ല, ദൈവത്തിന്റെ കാലിലേക്കങ്ങ് വീണു. ഇപ്പൊ ദൂതൻ പറയുകയാ, യാക്കോബേ നീ എന്നെ ഒന്ന് വിട്ടേ, ഞാനൊന്ന് പോകട്ടെ. 1,85,000 പേരെ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയ ദൂതനുണ്ടല്ലോ, പ്രാർത്ഥിച്ചു കാലേൽ പിടിച്ചു കിടക്കുന്ന യാക്കോബിനോട് പറയുക, എന്നെ ഒന്ന് വിട, ഞാനൊന്ന് പോകട്ടെ. ദൈവം ബലഹീനനാകുന്ന ഇടമാ ദൈവ പൈതലിന്റെ പ്രാർത്ഥന മുറി. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഭാര്യമാരെയും മക്കളെ എല്ലാം അക്കരയ്ക്ക് കടത്തി ഒറ്റയ്ക്ക് കിടന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന കേട്ടോ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രാർത്ഥന എന്താണ്? പൊരുതുന്നവന്റെ ആയുധമാ. അതുകൊണ്ട് പൊരുതിക്കോ, മക്കൾക്ക് വേണ്ടി, പുത്രന്മാർക്ക് വേണ്ടി, പുത്രിമാർക്ക് വേണ്ടി. ഹല്ലേലൂയ, പൊരുതിക്കോ. ഹല്ലേലൂയ. എന്റെ സമയം കഴിഞ്ഞെന്ന് തോന്നുന്നു. കഴിഞ്ഞെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. ഒരു വിഷയം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഹല്ലേലൂയ ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദേവദാസനെ എന്നെ ഒന്ന് കൈ കാണിച്ചാൽ മതി, ഞാൻ അങ്ങ് നിർത്തിക്കോളാം. അല്ലെ ഒന്ന് സൗണ്ട് വെച്ചാലും മതി. ഹല്ലേലൂയ പറഞ്ഞാൽ മതി, അപ്പൊ ഞാൻ നിർത്തിക്കോളാം. ഹല്ലേലൂയ. യെശയ്യാവ് 58 9-10 വാക്യങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഃഖവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുകയും വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിൽ ഇരിക്കുന്നവന് തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ. കുറച്ച് കാര്യം പറയാം. മുഖം മാറ്റണം, വിരൽ ചൂണ്ടുന്നത് മാറ്റണം. നമ്മൾ മറ്റെന്തോ കേട്ടാലും മറ്റുള്ളവരോടാ. പ്രസംഗം കേട്ടാലും ഒരു ശുദ്ധീകരണത്തിന്റെ മെസ്സേജ് കേട്ടാൽ പറയും എന്നോടല്ല, അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആളോട്, അല്ലെ ഇന്ന ആളോട് അല്ല. ശുദ്ധീകരണത്തിന്റെ മെസ്സേജ് കേട്ടാലും അത് നമ്മളോടാ. നന്മയുടെ മെസ്സേജ് കേട്ടാലും അത് നമ്മളോടാ. വചനം ആർക്കും വിട്ടുകൊടുക്കല്ലേ, നാം ഏറ്റെടുത്തോടാം. അല്ലല്ല, വിരൽ ചൂണ്ടുമ്പോൾ ഞാൻ എപ്പോഴും എന്റെ സൺഡേ സ്കൂൾ കുട്ടികളോട് പറയും, ഒരു വിരൽ ചൂണ്ടുന്ന വ്യക്തിയോട് 3 നമ്മളുടെ നേരെ. തമ്മയിൽ എങ്ങോട്ടാന്നറിയാമോ? സ്വർഗത്തിലേക്കാ വിരൽ ചൂണ്ടുമ്പോൾ. സ്വർഗത്തിലേക്കാ വിരൽ ചൂണ്ടുമ്പോൾ ഒരു തമ്മയിൽ പ്രധാനപ്പെട്ട വിരൽ പോകുന്നത്. അതുകൊണ്ട് വിരൽ ചൂണ്ടുന്നത് നിർത്തലാക്കണം, നടുവിൽ നിന്ന് നീക്കിക്കളയണം. വഷളത്വം സംസാരിക്കുന്നത് എന്ത് ചെയ്യണം? നീക്കിക്കളയണം. വിശപ്പുള്ളവനോട് നീ എന്ത് ചെയ്യണം? താല്പര്യം കാണിക്കണം. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കഷ്ടത്തിൽ ഇരിക്കുന്നവൻ എന്ത് ചെയ്യണം? തൃപ്തി വരുത്തണം. അങ്ങനെ ചെയ്യാമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. വരണ്ട നിലത്ത് നിന്റെ വിശപ്പടക്കും. അവിടെ ഒന്ന് പറഞ്ഞിട്ടെ, വരണ്ട നിലത്ത് വിശപ്പടക്കും. ഏലിശായെ കൂടെ കടന്നു പോകുന്ന പ്രവാചകന്, അല്ലെങ്കിൽ ഇതൊരു ദൈവപുരുഷൻ എന്ന് കണ്ട ഒരു ശൂന്യംകാരത്തി വീട്ടിനകത്ത് വിളിച്ച് ആഹാരം കൊടുത്തു കേട്ടോ. ദൈവഭക്തന്റെ വയറിന്റെ ഒടിവ് മാറ്റി കേട്ടോ. ഒരു മാളിക മുറിയും പണിതു കൊടുത്തു, സ്വസ്ഥമായി അവൻ ഉറങ്ങേണ്ടതിന്, വിശ്രമിക്കേണ്ടതിന്. അറിയാമോ, രണ്ട് രാജാക്കന്മാർ 8-ാം അധ്യായത്തിൽ വരുമ്പോഴുണ്ടല്ലോ, ആ ദേശത്ത് ക്ഷാമം വരുവോ. ക്ഷാമം വരുമ്പോൾ ഏലിശ ശൂന്യംകാരത്തിന്റെ വീട്ടിൽ ചെന്നിട്ട് പറയുക, ദേശത്ത് 7 വർഷം ക്ഷാമം വരുവാ. അതുകൊണ്ട് നീയും നിന്റെ കുടുംബവും ഇവിടുന്ന് പരദേശവാസം ചെയ്തോ, വേറെ സ്ഥലത്തേക്ക് പൊക്കോ, രക്ഷപ്പെട്ടു. ദൈവഭക്തന്റെ വയറിന്റെ ഒടിവ് മാറ്റിയ ദൈവ പൈതലേ, ക്ഷാമം ദേശത്ത് വന്നാലും നീയും നിന്റെ തലമുറയും പട്ടിണി കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ആ ദേശത്ത് മറ്റു വേറെ വീടുകളുണ്ട്. തൊട്ടപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും കേറിയില്ല ഏലിശ കേറിയത് ശൂനേം കാരത്തിയുടെ വീട്ടിൽ. 7 കൊല്ലത്തേക്ക് അവളെ ഒരു ഗൾഫിലേക്ക്, അല്ലെ UK-ലേക്ക്, അല്ലെ അമേരിക്കയിലേക്ക് അയച്ചെന്നേ. അല്ലല്ലേ, അവിടെ പോയി അവൾ എന്താ പുഷ്ടിയായി ജീവിച്ചെന്നേ. ക്ഷാമം അനുഭവിക്കാൻ ദൈവം അനുവദിച്ചില്ല. അതാ വരണ്ട നിലത്തും നിന്റെ വിശപ്പടക്കും കേട്ടോ. അല്ലല്ലേ, അടുത്തത് പറയാം, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. അസ്ഥി സംബന്ധമായി ഭാരപ്പെട്ട
ബലപ്പെടുന്നു ദൈവത്തിലെ. നീ ഒന്ന് ചെയ്താൽ മതി. അല്ലല്ലേ, മുഖം മാറ്റണം. ആരാധനയ്ക്ക് വരുമ്പോൾ കൈയടിക്കത്തില്ല, ആരാധിക്കത്തില്ല, മുഖം വെച്ചോണ്ടിരിക്കുക. പുഷ്ടി നിമിത്തമാ മുഖം തകരേണ്ടിയത്. മുഖം അവിടെ ഒന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല, ഞാൻ ഇതോടെ തീർക്കുക. മുഖം മാറ്റണം. അടുത്തത് എന്താ ചെയ്യണം? വിരൽ ചൂണ്ടുന്നത് നീക്കിക്കളയണം. വഷളത്വം സംസാരിക്കുന്നത് നീക്കിക്കളയണം. വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കണം. കഷ്ടത്തിൽ ഇരിക്കുന്നവനെ തൃപ്തി വരുത്തണം. ഇത് ചെയ്താൽ നിന്റെ അസ്ഥി ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. അസ്ഥികളെ ദൈവം ബലപ്പെടുത്തും. നിന്റെ സന്തതി, ഈ വാക്യം നമുക്കറിയാം, പക്ഷെ കണ്ടീഷൻ നമ്മൾ അങ്ങ് മറക്കും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും കേട്ടോ. അല്ലെങ്കിൽ നാളുകൾ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ കെട്ടിപ്പോക്കും.